നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ഒരു ഇൻട്രഡക്ഷന്റെ ആവശ്യമൊന്നുമില്ല. മൈത്രേൻജിയാണ്. ഞാൻ ഈ മൈത്രേൻജിയുടെ കുറേ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പല ഇന്റർവ്യൂവിന്റെ പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ ഓറഞ്ച് കഴിക്കണമെങ്കിൽ ഓറഞ്ചിന്റെ തൊലി മാറ്റിയിട്ടാണല്ലോ കഴിക്കേണ്ടത്. അപ്പൊ ഇദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കുന്നവർ അദ്ദേഹം ആ ഓറഞ്ചിന്റെ തൊലി പൊളിച്ചു വരുമ്പോഴത്തേക്ക് അവർ അടുത്ത സ്ഥാനത്തേക്ക് കയറും. അദ്ദേഹം ശരിക്കും ഓറഞ്ച് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള സത്ത് ഇതുവരെ കൃത്യമായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എല്ലാം മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നതാണ്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോദ്യങ്ങളല്ല, അദ്ദേഹത്തിന്റെ മനസ്സ് തുറക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. അതുകൊണ്ട് ചോദ്യങ്ങൾ കുറവായിരിക്കും. അദ്ദേഹം സംസാരിക്കട്ടെ, അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് കയറട്ടെ. ഇത് ചെയ്യാൻ തന്നെ കാരണം കഴിഞ്ഞ തവണ ഞങ്ങൾ തമ്മിൽ കാണുമ്പം അദ്ദേഹത്തെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റപ്പോഴാണ് ഇതുവരെ കേൾക്കാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ കേട്ട് കേട്ട് പോയപ്പോൾ ഞാൻ ആലോചിക്കുക, ഇത്രയും ഇന്റർവ്യൂ നടത്തിയിട്ട് ഈ കാര്യങ്ങളൊന്നും ഇദ്ദേഹം എന്താ പറയാനെന്ന് ആലോചിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ ആ ഇന്റർവ്യൂവിൽ കാണുമ്പോഴേ അറിയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ കാശുകാരായിരുന്നു പണ്ട് ആറാട്ടുപുഴ വേലായുധപ്പണിക്കര്, അലിമൂട്ടിച്ചാന്നാര്. അതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് കിടക്കുന്ന പാർട്ടിയാണ്, അവരുടെ ഫാമിലിയിലുള്ളതാണ്. പൈസയ്ക്ക് കുറവില്ല, സ്വത്തിന് കുറവില്ല. അവസാനം ഇതെല്ലാം കക്ഷിയങ്ങട് ഉപേക്ഷിച്ചിട്ട് നേരെ ആത്മീയതയ്ക്ക് പോയി. എന്നിട്ട് അവിടെ ഒരു 10 വർഷം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ പല മേഖല പുള്ളി എനിക്ക് തോന്നുന്നത് ഒരു ഇടത്ത് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോകും. അങ്ങനെ കുറെ അറിവുകളുമായിട്ട് ഇരുപുണ്ട്. പക്ഷേ ഇത് മൊത്തം അങ്ങോട്ട് തുറന്നു പറയാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ ഞാൻ കാണാത്തതായിരിക്കാം. എങ്കിലും ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിയാമല്ലോ, അദ്ദേഹം പറയട്ടെ. അപ്പം മൈത്രേൻജി, നമസ്തേ. നമസ്കാരം. അപ്പം ഇന്ന് ചോദ്യങ്ങൾ കുറവും ഉത്തരങ്ങൾ കൂടുതലുമാണ്. അത് എന്ത് വേണേലും പറയാം, മനസ്സ് തുറന്ന് എവിടേക്ക് വേണേലും പോകാം. അതുകൊണ്ട് മനസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് ശരീരത്തിനകത്ത് മനസ്സുണ്ടെന്നാണല്ലോ പറയുന്നത്. എന്താണേലും അത് അങ്ങനെയാണോ അല്ലയോ എന്നുള്ള തകൾ പറയാം. നമുക്ക് ശരീരത്തിലേക്കാണ് കയറാം. അപ്പം ഈ ശരീരം എന്ന് പറയുന്നത് നാളെ ഇല്ലാതായി പോകേണ്ടതാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുറെ ബാക്ടീരിയ ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഈ ബാക്ടീരിയയുടെ പ്രപഞ്ചമായിരിക്കാം നമ്മളുടെ ശരീരം. അപ്പം താങ്കളുടെ ഉള്ളിലെ ബാക്ടീരിയകൾ ഇപ്പോൾ എങ്ങനെയാണ് താങ്കളെ കാണുന്നത്? ശരീരത്തിലേക്ക് ഒന്ന് കയറി താങ്കളുടെ ആ ബാക്ടീരിയകളെ കുറിച്ചും ശരീരത്തെ കുറിച്ചും പറഞ്ഞിട്ട് മനസ്സിലേക്ക് കയറാം. അപ്പൊ ആരും പോകാത്ത കുറച്ച് വഴി കൂടെ ഒന്ന് യാത്ര ചെയ്തിട്ട് വരും. മനുഷ്യർ ഇങ്ങനെ സ്വയം ലോകത്തിനെ അറിയാനും സ്വയം അറിയാനും ശ്രമിക്കുന്ന സമയത്താണ് ഈ മനസ്സ് ശരീരം എന്നുള്ള ഒരു ഡിവിഷൻ ഉപയോഗിച്ചിട്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ലോകത്തുള്ള എന്തും പ്രപഞ്ചത്തിൽ എന്തും അറിയണമെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണ്ടി വരും. അതേപോലെ തന്നെ മെഷർ ചെയ്യാനായിട്ടുള്ള ഒരളവ് പോലും വേണ്ടി വരും. ഇത് രണ്ടും നമുക്ക് ആവശ്യമായിട്ട് വരും. അത് ഏത് തരത്തിലെ അറിവായാലും ശരി. നമ്മൾ എന്തെങ്കിലും കൂടെ ഈ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് സ്വാഭാവികതയിൽ എല്ലാവരും ഇവിടെ നിന്ന് ദുബായ് പാലസിന്റെ അടുത്തേക്ക് ഒരു ദൂരം എത്രയാണ് എന്നാലോചിച്ചാൽ നമ്മൾ പറയും ഇവിടുന്ന് അളക്കണം. അപ്പൊ ഇവിടുന്ന് അളക്കണം എന്ന് പറയുമ്പോൾ ഇവിടം എന്ന് പറയുന്ന സാധാരണഗതിയിൽ എല്ലാവർക്കും അങ്ങ് നമ്മൾ ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്നുള്ള നിലവാരത്തിലാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ അവിടെ ഇരിക്കുന്നതാണ് ഞാൻ പറയാറുള്ളത്. വെറുതെ ഇപ്പൊ നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ എവിടുന്ന് അളക്കും? ഞാൻ തിരിച്ച് ചോദിക്കുകയാണ്, എവിടുന്ന് അളക്കും? സോഹൻ ഇരിക്കുന്നിടത്തു നിന്ന് അളക്കൂ, ഞാൻ ഇരിക്കുന്നിടത്തു നിന്ന് അളക്കൂ? ഇവിടം നമ്മൾ പറയുന്ന ഇവിടുന്ന് അളക്കണമല്ലോ. അത് നമ്മുടെ പ്രശ്നമാണല്ലോ, ഇവിടുന്ന് അളക്കുക. സാധാരണ നമ്മൾ ഇരിക്കുന്നിടത്ത് നമ്മളെന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് എവിടെയാ? നമ്മുടെ സെൻട്രൽ ഗ്രാവിറ്റി എവിടെയാണെന്ന് അവിടെ നിന്ന് ഇളക്കുക. അപ്പൊ അത് നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടുപേരുടെയും കൂടെ ആയിരിക്കുന്ന ഒരു കോമൺ ഫാക്ടർ വേണ്ടി വരും. ആ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ രണ്ടുപേരും ഇവിടെ എന്ന് പറയുന്നതല്ല, നമ്മുടെ രണ്ടുപേരുടെ മധ്യത്തിലുള്ള ഒരു പോയിന്റ് എഗ്രിമെന്റിനകത്ത് വരുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഒരു പോയിന്റ് പറയും, ദേ ഇവിടെ എന്ന്. ഇങ്ങനെയാണ് ഒരു തുടക്കം ഉണ്ടാകുന്നത്, ഇവിടം. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ എന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോഴല്ലേ ഇങ്ങനെ എല്ലാവർക്കും അറിയുന്നതല്ലാണ്.
എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഇന്ന് എന്താണ് 30-ാം തീയതിയോ അല്ല 29 അല്ലേ? ഇന്ന് Yes. സെപ്റ്റംബർ 29 ഡേറ്റ്. നമുക്ക് ഒരു സംശയമില്ലാതെ നമ്മൾ പറയും, നമ്മൾ കലണ്ടർ എല്ലാം നോക്കും, ആൾക്കാരുടെ എല്ലാം വിളിച്ചു ചോദിച്ചത് എല്ലാം പറയും. അപ്പൊ ഇപ്പോൾ എന്ന് പറയുന്നത് ഈ സമയത്ത് നമ്മൾ അമേരിക്കയിലോട്ട് വിളിക്കുവാണെങ്കിൽ അവർ പറയും അത് 29 ആയിട്ടില്ല, 28 ആയിട്ടുള്ളൂ എന്ന് പറയും. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് പ്രശ്നം ഉണ്ടാക്കും. ഇത് അപ്പം നമ്മൾ ഇരിക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ്, ഇപ്പോഴാണ്. അവരോട് ചോദിച്ചാൽ അവർക്ക് ഇവിടെയും ഇപ്പോഴുമാണ്. പക്ഷേ ഡേറ്റ് ചോദിച്ചാൽ കോമൺ റെഫറൻസിന് ചോദിച്ചാൽ രണ്ടെണ്ണം പറയും. നമ്മുടെ മനസ്സിലാക്കലിനകത്താണെങ്കിൽ, നമ്മൾ ഇപ്പോൾ ആളുകളെ എല്ലാവരും മനസ്സിലാക്കുന്നതിനകത്താണെങ്കിൽ നമുക്ക് ഭൂതകാലത്തിലേക്ക് പോകാൻ പറ്റത്തില്ലെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കാര്യത്തിനകത്തിട്ട് നമുക്ക് ഒന്നും ഞാനകത്തില്ല. പക്ഷെ അമേരിക്ക വിളിക്കുമ്പോൾ അയാൾ ഇരിക്കുന്ന ഭൂതകാലത്തിൽ, അയാളെ സംബന്ധിച്ചോളം നമ്മൾ ഭാവിയിലായിരിക്കുന്നത്, നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഇപ്പോഴായിരിക്കുന്നത്, അയാളെ സംബന്ധിച്ച് അയാൾ അവിടെ ഇപ്പോഴായിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ ഇവിടം, ഇപ്പോൾ എന്ന് പറയുന്നത് ആരാണോ ഈ പ്രപഞ്ചത്തിനെ അല്ലെങ്കിൽ ലോകത്തിനെ അറിയാൻ ശ്രമിക്കുന്നവർക്ക് അവരിടുന്ന ഒരു പോയിന്റാണ്. അല്ലാതെ നമ്മളിങ്ങനെ ഭാവിയിൽ നിന്ന് വർത്തമാനത്തിലേക്ക് വന്ന് വർത്തമാനത്തിൽ നിന്നും ഭൂതത്തിലേക്ക് പോകുന്ന ഒരു കാലപ്രവാഹം എന്നാണ് പണ്ട് ആൾക്കാർ പറയുന്നത്. അങ്ങനെയാണ് കാലം വന്ന് നമ്മളെ കൊണ്ടുപോകും എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ പറഞ്ഞിരുന്നത് ഒരു ഫ്ലോ ഓഫ് ടൈം എന്ന വാക്ക് പോലും. പക്ഷെ നമ്മൾ ശരിക്കും പരിശോധിച്ച് നോക്കിയാൽ ഒന്നും അനങ്ങുന്നു, അങ്ങനെ ഫ്ലോ ഒന്നും ഇല്ല. നമ്മൾ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ എഗ്രിമെന്റ് ഉണ്ടാക്കി ഇവിടെ ഇപ്പോൾ അളക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ പാലസിലേക്ക് അളന്നിട്ട് നമ്മൾ പറയുകയാണ് 15 കിലോമീറ്റർ ഉണ്ട്. എന്നിട്ട് സോവന്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു 15 കിലോമീറ്റർ ആണ് ഈ പാലസിലേക്കുള്ള ദൂരം. അപ്പൊ അയാൾ പറഞ്ഞു അല്ല 40 കിലോമീറ്റർ ഉണ്ട്. ഞാൻ അളക്കുന്നു, അയാൾ അളക്കാൻ തുടങ്ങിയിട്ട് പറയും 40 കിലോമീറ്റർ ഉണ്ട്, നിങ്ങൾ പറഞ്ഞ തെറ്റല്ല. അപ്പൊ നമ്മൾ പറയും രണ്ടുപേരും എന്ത് പറയും, അത് ശരിയാകത്തില്ല, നിങ്ങൾ അളക്കണമെങ്കിൽ ഇവിടെ വന്ന് അളക്കണം എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താണ്? അപ്പൊ അയാൾ ചോദിക്കുന്നത് അയാളുടെ അളവിന് എന്താ തെറ്റ്? അയാളുടെ അളവിനൊരു തെറ്റുമില്ല. അയാൾ ഇവിടെ നിന്ന് അളന്നിട്ട് 40 കിലോമീറ്റർ. ഇപ്പൊ നമ്മൾ പറയാം അത് പറ്റത്തില്ല, ഇവിടുന്ന് ഞങ്ങൾ അളന്നെടുത്ത് നിന്ന് തുടങ്ങണമെന്ന് പറയും. അങ്ങനെയാണ് ഈ വലിയ തുടക്കമൊക്കെ ഉണ്ടാകുന്നത്. ആദ്യം ആരാണോ അളന്നത് അവരുടെ തുടക്കമേ ഉള്ളൂ. ഇത് നമ്മൾ കൃത്യമായിട്ട് അറിയണം. അപ്പോൾ അതുകൊണ്ടാണ് 2025 ഉണ്ടായത്. നേരത്തെ അവരളന്നെന്നുള്ളതേ ഉള്ളൂ. അതേസമയത്ത് അറേബ്യക്കാരിൽ നിന്ന് അളന്ന സമയത്ത് 1700 കണ്ടേ ആയിട്ടുള്ളൂ. കേരളത്തുകാരൻ അളകുവാണെങ്കിൽ 1600 കണ്ടേ ആയിട്ടുള്ളൂ. ബുദ്ധന്റെ കാലത്തിരുന്ന് അളന്നവർക്ക് 2300 ആയി. ഇങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന കാലഗണനകളെല്ലാം ഉള്ളത്, ഈ ദൂരങ്ങളെല്ലാം ഉള്ളത്. എവിടെ നിന്നാണോ മെഷർ ചെയ്യുന്നത്, ആരാണോ അറിയാൻ ശ്രമിക്കുന്നത്, അവർക്കുണ്ടാകുന്ന ഒരു തുടക്കവും അനുഭവവുമാണ് ഈ പറയുന്ന കാര്യങ്ങൾ. അല്ലാതെ ഈ പ്രപഞ്ചത്തിനകത്ത് ഒരു തുടക്കവും ഇല്ല. അപ്പൊ ഈ സയൻസ് പറയുന്ന ഈ 13.5 ബില്യൺ ഇയേഴ്സ് മുമ്പ് പ്രപഞ്ചം ആ വിഷയത്തിലേക്ക് നമ്മൾക്ക് വരാം. അതിന് വരാനാണ് ഇത് പറയേണ്ടി വരും. അപ്പൊ ഇത് ഇപ്പൊ എന്നോട് ചോദിച്ചത് ദൂരം അളക്കുന്ന കാര്യത്തിനെ പറ്റി അല്ലെന്നല്ലേ ചോദിച്ചത്, മനസ്സും ശരീരവും അല്ലേ. അറിയാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഇട്ടതാണ് ഈ ഡിവിഷൻ. അല്ലാതെ ശരീരത്തിനകത്തൊരു മനസ്സോ അല്ലെങ്കിൽ മനസ്സിനകത്തൊരു ശരീരവും ഇരുപ്പില്ല. നമ്മള് നേരത്തെ ഇട്ട 2025 എന്ന് പറയുന്ന പോലെയോ അല്ലെങ്കിൽ 1600 എന്ന് പറയുന്ന പോലെയോ ഒക്കെ ഇട്ട ആ കാലത്ത് മനുഷ്യര് ലോകത്തിനെ അറിയാൻ ശ്രമിച്ചപ്പോൾ അവരുണ്ടാക്കിയ ഒരു ഡിവിഷനാണത്. അല്ലാതെ പ്രപഞ്ചത്തിന് അങ്ങനത്തെ ഡിവിഷൻ ഒന്നുമില്ല. പ്രപഞ്ചത്തിൽ ഒരു തുടക്കവും ഇല്ലാതിരിക്കുന്ന പോലെ തന്നെ പ്രപഞ്ചത്തിനകത്ത് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ആള് താമസം. അങ്ങനെയാണ് നമ്മുടെ അകത്തൊരാളുണ്ടെന്നാണ്. അങ്ങനെയാണല്ലോ നമ്മൾ ആത്മാവിനെ കണ്ടുപിടിച്ചതും മനസ്സിനെ കണ്ടുപിടിച്ചത്. മനസ്സും ശരീരവും അല്ലെങ്കിൽ ആത്മാവും ശരീരവും ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്.
അപ്പൊ പണ്ട് കാലത്ത് സ്വയം അറിയാനും ലോകത്തിനെ അറിയാൻ പോയവര് ഇട്ട കോൺസെപ്റ്റ്, സങ്കല്പം മാത്രമല്ല സങ്കല്പന, കൺസെപ്റ്റുകളാണ് ഈ ആത്മാവെന്നും ശരീരം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ മനസ്സെന്നോ ശരീരം എന്ന് പറയുന്നത്. ഈ ഇരിക്കുന്ന പ്രപഞ്ചത്തിനെ ആരറിയാൻ ശ്രമിച്ചാലും ഇതുപോലുള്ള ഏതെങ്കിലും തുടക്കങ്ങൾ അവർക്ക് ആവശ്യം. ഇത് മനുഷ്യരുടെ പ്രശ്നമൊന്നുമല്ല. അപ്പൊ എല്ലാരും പറയുന്ന ഈ ആത്മാവ് ഈ ശരീരത്തിന്റെ ഏത് ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്? അത് നേരത്തെ ഇവിടെ എവിടെയാന്ന് ചോദിച്ചപ്പോ നമ്മൾ ആലോചിച്ചില്ലേ, അതുപോലെ. കാരണം ഇത് രണ്ടും കൺസെപ്റ്റുകളാണ്. ഇവിടം എന്ന് നമ്മൾ പറയുന്നതും ഇപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് ഈ ശരീരത്തിനകത്ത് ഒരു ആത്മാവിരിക്കുന്നു എന്നുള്ള സങ്കല്പം. ഇതിനെ ശരീരം എന്ന് വിളിച്ചിട്ട് ഇതിനകത്തൊരു ആള് താമസം ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുന്നത് വഴിയാണ് ഈ ശരീരം മനസ്സുമായിട്ട് അല്ലെങ്കിൽ ശരീരവും ആത്മാവുമായി മുറിയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു മുറിവുകളൊന്നുമില്ല. അപ്പൊ താങ്കൾ പഠിച്ച ഈ ആത്മീയതയില് ഈ ആത്മാവിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? അതിന് ഒരു സ്പേസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിന് എത്ര വലിപ്പം വേണം? അങ്ങനെ ഞാൻ പഠിച്ചിരുന്ന വേദാന്തിക്ക് സ്പേസ് ഇല്ല. ഈ കാണുന്ന പ്രപഞ്ചവും ഈ കാണുന്ന അനുഭവങ്ങളും എല്ലാം ആത്മാവിലാണ്. അവിടെ അവർക്ക് ബോധം എന്നുള്ള വാക്ക് അവർ ഉപയോഗിക്കാറുള്ളത്. ബോധത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്നാണ് അവർ പറയുന്നത്. കാരണം നമ്മൾ അറിയാതിരിക്കുമ്പോൾ പ്രപഞ്ചം ഉണ്ടെന്നുള്ളതിന് നമുക്ക് തെളിവില്ല. ഇപ്പൊ നമ്മുടെ അറിവ് എന്ന് പറയുന്നത് ഇപ്പൊ നാരായണഗുരു ആണെങ്കിൽ അറിവെന്നായിരുന്നു വാക്ക് ബോധത്തിന് വെച്ചിരുന്നത്. അറിവിൽ നിന്ന് മാറിയ ഒരു പ്രപഞ്ചമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് ഉപനിഷത്തുകളിലും എല്ലാം അങ്ങനെയാണ്, ബോധത്തിൽ നിന്നുള്ളരുന്നതായിട്ടാണ്. അത് പക്ഷേ ഈ ഉപനിഷത്തുകൾക്ക് ഇത്രയും ഉപനിഷത്തുകൾക്കും ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ, പക്ഷെ ഇതിനകത്ത് എങ്ങും നമ്മളുടെ ഈ മോഡേൺ വേൾഡിലുള്ള എയെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും പറയുന്നില്ലല്ലോ. ഇല്ല, ഞാൻ പറയുന്നത് പണ്ട് കാലത്ത് ആലോചിച്ചാൽ മനുഷ്യർക്ക് അങ്ങനെ ഉത്തരങ്ങൾ എത്തത്തുള്ളൂ. അതങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. നമ്മളിത് ആരുടെയെങ്കിലും ഒരു കുഴപ്പമോ തെറ്റോ ആയിട്ടല്ല അത് പറയുന്നത്. നമുക്ക് മെഷർ ചെയ്തേ പറ്റൂ. അറിയുക എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇവിടെ ഈ പുറത്തോട്ട് ഇറങ്ങി നമുക്കൊരു കോർട്ട് വരയ്ക്കണം. വലിയൊരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ നമ്മളൊരു കോർട്ട് നമ്മൾ രണ്ടുപേർക്കും ഷട്ടിൽ കളിക്കാൻ തീരുമാനിച്ചു. നമ്മളൊരു കോർട്ട് വരയ്ക്കാൻ. ആ കോർട്ട് വരയ്ക്കാനായിട്ട് എവിടെ വേണേലും ഒരു കുറ്റി അടിക്കാൻ പറ്റും. ഒരിക്കൽ ഒരു കുറ്റി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുറ്റിയിൽ നിന്ന് മറ്റൊരു കുറ്റിയിലേക്ക് നമുക്ക് കയറ് കൊണ്ടുപോകാം. അവിടെ ഒരു കുറ്റി അടിച്ച്, അത് കഴിഞ്ഞ് അടുത്ത കുറ്റി അടിച്ച്, അങ്ങനെ നമുക്കൊരു പാലോഗ്രാം എന്ന് പറയുന്ന നിലവാരത്തിലുള്ള ഒരു കോർട്ട് നമ്മൾ ഉണ്ടാക്കി. ഒരിക്കൽ ഈ കുറ്റി അടിച്ചത് എവിടെ അടിച്ചാലും ഒരു വഴക്കുമില്ലാത്ത കാലമായിരുന്നു നമ്മൾ രണ്ടുപേരോട് അടിക്കുന്നതിന് മുമ്പ്. ഇത് പക്ഷെ ഈ കയറെല്ലാം കെട്ടി ഇത് വെച്ച് കഴിഞ്ഞാൽ, കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പുറവും അകവും ഉള്ള ഒരു കോർട്ടുകളുണ്ട്. ഈ അകവും പുറവും വളരെ കോൺക്രീറ്റ് ആയിട്ട് അങ്ങ് മാറും. നമുക്ക് തമ്മിൽ നമ്മൾ മൈക്രോസ്കോപ്പ് വരെ വെച്ചിട്ട് നോക്കും കറക്റ്റായിട്ട് ഇത് പുറത്താണോ അകത്താണോ എന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഈ അകവും പുറവും എന്ന് പറയുന്നത് ഇതുവരെ ഇല്ലാതിരിക്കുകയും നമ്മൾ ആരംഭിക്കുമ്പോൾ ഉണ്ടാകുന്നതായ ഒന്നാണ്. അതാണ് ഞാൻ ഈ പ്രപഞ്ചത്തിനെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്. പ്രപഞ്ചത്തിനകത്തൊരു തുടക്കമില്ല. പ്രപഞ്ചം ആരംഭിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഉള്ളതാണ്. ഉള്ള ഒരു പ്രപഞ്ചത്തിനകത്ത് ആരംഭങ്ങൾ അസാധ്യമാണ്. കാരണം ആരംഭിക്കാൻ അതിന് പറ്റില്ല. കാരണം അതിന് ഇല്ലാതിരിക്കേണ്ടി വരും. ഇല്ലാതിരുന്നാലേ ഉണ്ടാകാൻ പറ്റുള്ളൂ. അത് അങ്ങനെ പറ്റില്ല. കാരണം ഉള്ളതിനെ ഇല്ലാതാകാൻ പറ്റത്തില്ല. ഇത് ഞാൻ പറയുന്നത് എനർജി നെയ്തർ ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ക്യാൻ ബി ഡിസ്ട്രോയിഡ് എന്ന് പറയുന്ന പ്രശ്നം തന്നെയാണത്. പക്ഷെ നമ്മൾ ഞാൻ പറയുന്നത് പോലെ അത് മനസ്സിലാക്കുമ്പോഴാണ് അത് നമ്മൾ ഇങ്ങനെ മറ്റേത് എനർജി എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ഒരു സാധനമായിട്ട് നമ്മളുമായിട്ട് ഒരു ബന്ധമില്ല. അത് തിയറി നമ്മൾ പഠിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ നോക്കിയാൽ ഈ ലോകത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഒരു പോയിന്റും ആ പോയിന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് അപ്പുറവും ഇപ്പുറവും ഉണ്ടാകാം, മുന്നും പിന്നും ഉണ്ടാകാം. ഈ നേരത്തെ പറഞ്ഞ കാലങ്ങളെല്ലാം നമുക്ക്. ഈ വേദാന്തത്തിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണ്? വേദാന്തം എന്ന വാക്കിന്റെ അർത്ഥം വേദത്തിന്റെ അവസാനം എന്നുള്ള അർത്ഥത്തിൽ.
വേദാന്ത്യമാണ്. വേദത്തിന്റെ അവസാനം ഉള്ളത് എന്നുള്ള എല്ലാ വേദങ്ങളുടെയും അവസാന ഭാഗത്തായിട്ടായിരുന്നു ഉപനിഷത്തുകൾ വരുന്നത്. പക്ഷെ അവസാനം ആവുന്നില്ലല്ലോ. ഈ അല്ല, അവസാനം അറിവുകൾക്ക് അവസാനമില്ല. അത് അറിവ് വേറെ, ആ അർത്ഥത്തിലേ അല്ല. വേദാന്തം എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. അല്ല, വേദം എന്ന് വെച്ചാൽ അറിവ്. അല്ലല്ല, അങ്ങനെ ആ അർത്ഥത്തിലല്ല. വേദങ്ങൾ 4 വേദങ്ങളുണ്ടെന്നും ആ വേദങ്ങളുടെ അവസാനത്ത് നിൽക്കുന്ന അവസാനം എന്ന് പറഞ്ഞാൽ ആ ഒരെണ്ണത്തിന്റെ അവസാന ഭാഗത്ത് വന്നിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് വേദാന്തം എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ മറ്റർത്ഥത്തിലല്ല. അത് പിന്നെ ആൾക്കാർ അറിവിന്റെ അവസാനം എന്നൊക്കെ അതിനുശേഷം വന്ന ബൈബിളും ഖുറാനും ഒക്കെ അതൊന്നും ഇതിനകത്തില്ല. ഇന്ത്യക്കാരന്റെ സങ്കല്പനമാണ് അത്. അതുകൊണ്ടാണ് 2025 ആണോ 1700 ആണോ 2300 ആണോ എന്നുള്ള ചോദ്യം പോലുള്ള ചോദ്യം ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നത്. ഞാനിത് പറഞ്ഞ അതിനാണ്, പെട്ടെന്ന് നമുക്കിത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഇവിടെ നിന്ന് പറയുന്നത് ചോദിച്ചാൽ, നമ്മൾ ഇനിയുള്ള ഏത് ചർച്ചയ്ക്കകത്തും ഈ സ്ഥലത്ത് നമ്മൾ പോകാൻ ബാധ്യത വരും. അല്ലെങ്കിൽ ഇതൊക്കെ 2025 അല്ലേ, 2025 ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ 2024 എന്നാ പറഞ്ഞത് തെറ്റാണെന്നൊക്കെ ആൾക്കാർ വലിയ വാശിക്ക് പറയുന്നില്ലേ. അത് നമ്മളുണ്ടാക്കിയ ഒരു പോയിന്റ് കൊണ്ട് മാത്രം ഉണ്ടായ ഒരു ഫിനോമിനയാണ് ഈ 2024, 2022, 2023 ഒക്കെ. എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിനകത്ത് നിന്ന് പുറകോട്ട് എന്ന് പറയുന്ന സമയത്താണ് നമുക്ക് അങ്ങ് പോയി, പിന്നെ ഇത് ആരംഭിച്ചവന്മാരുടെ ആരംഭത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ മൈനസ് ഇടും. അങ്ങനെയാണ് നമ്മൾ ആഫ്റ്റർ എന്നുള്ളതും ബിഫോർ എന്നുള്ള തരത്തിൽ പിന്നെ പറയാൻ ബാധ്യത വരുന്നത്. ഇതേ പോയിന്റാണ് നമ്മൾ ഈ പറയുന്ന ബിഗ് ബാങ് എന്ന് പറയുന്ന പോയിന്റും വരും. അറിയാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് 2 എണ്ണം വേണ്ടി വരും. എ ബി എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. എ ഇട്ടിട്ട് എ ഉള്ളു, ഇനി അളക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അളക്കാൻ പറ്റത്തില്ല. ഇത്ര സിമ്പിളായത്. നമ്മൾ ഈ ഭയങ്കര സംഭവം പോലെ ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എയും ബിയും ഇങ്ങനെ കൊണ്ടുവരിക, തമ്മിൽ കൊണ്ടുവന്നിട്ട് തമ്മിൽ ഇത് മുട്ടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അളക്കാൻ പറഞ്ഞു ചോദിച്ചാൽ അളക്കാൻ പറ്റത്തില്ല. അളക്കാൻ പറ്റാതിരിക്കുന്നത് കൊണ്ടാണ് അത് തുടക്കുക. നേരത്തെ പറഞ്ഞ ആദ്യത്തെ കുറ്റിയ, ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പം നമ്മൾ പ്രപഞ്ചത്തിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അസ്ട്രോണമി ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തിനെ പറ്റി നോക്കുമ്പോൾ ഗാലക്സികളെല്ലാം അതിന് റെഡ് ഷിഫ്റ്റ് എന്നാ പറയുന്നത്. ചുവന്ന രാശിയുള്ള തരത്തിലേക്ക് നക്ഷത്രങ്ങൾ നീങ്ങിയായിട്ടിരിക്കുന്നതായിട്ട് ദൂരോട്ട് പോകുന്ന ഒരു വസ്തുവിന് അതാണ് ഈ റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പൊ ഇത് ഹബിള് എന്ന് പറയുന്ന അസ്ട്രോണമർ ആദ്യത്തെ വലിയ ടെലസ്കോപ്പ് വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ അയാൾക്ക് കാണാൻ പറ്റി നമുക്കറിയുന്ന എല്ലാ ഗാലക്സികളും അകന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇത് വികസിക്കുകയാണെന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നത്. കാരണം അകലുന്നത് കൊണ്ടാണ് അത് വരുന്നത്. അപ്പം അവർ അകലുന്നതിന്റെ കണക്കെടുത്ത് എന്ത് സ്പീഡിലാണ് പോകുന്നത് അത് കണക്കെടുത്ത് നോക്കിയിട്ട് പുറകോട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു പോയിന്റിലെത്തും. ആ പോയിന്റിനെയാണ് ബിഗ് ബാങ് എന്ന് പറയുന്നത്. ഈ 2 തമ്മിൽ ചേർന്ന് പോയി, അകന്ന ഓരോ ഗാലക്സികളെയും ഒന്നിച്ചു വന്ന് തമ്മിൽ ചേരുന്ന ഒരു അത് പോയിന്റ് ആണെന്ന് പറയാനായിട്ട് നമുക്ക് വേറെ റെഫറൻസ് പോയിന്റ് ഇല്ല. അപ്പോ അതുകൊണ്ടാണ് അതിനെ നമുക്ക് ഇംഗ്ലീഷിൽ അവർ സിംഗുലർ. ഇപ്പൊ മാത്തമാറ്റിക്സ് നമ്മൾ സീറോയിൽ നിന്ന് പിന്നെ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന പോലെ ആ ബിഗ് ബാങ്ങിന് അപ്പുറത്ത് ഒരു കൺസെപ്ച്വലായിട്ട് വെക്കാനേ പറ്റത്തുള്ളൂ. മൈനസ് വെച്ചിട്ട് നമ്മൾ കൺസീവ് ചെയ്യണം. മാത്തമെറ്റിക്കലായിട്ടേ പറ്റത്തുള്ളൂ, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്തമെറ്റിക്കലായിട്ട് പറഞ്ഞാൽ കണക്ക് പ്രകാരം നമ്മൾ പുറകോട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ പോലും -36 അല്ലെങ്കിൽ 33 ഈ പോയിന്റുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കണക്ക് പറ്റത്തേ ഇല്ല. അങ്ങനെ കണക്ക് സഹിതം തീരും. അതിനെയാണ് പ്ലാങ്ക് ലെങ്ത് എന്ന്, പ്ലാങ്ക് മാസ്, പ്ലാങ്ക് ടൈം എന്നൊക്കെ പറയുന്ന എല്ലാം അവിടെ തീരും. ഏറ്റവും ചെറിയ യൂണിറ്റ് ഓഫ് മെഷർമെന്റിനെയാണ് പ്ലാങ്ക് ലെങ്ത് എന്ന് നമ്മൾ പറയുന്നത്. അത് അവിടെ തീർന്നു പോകുന്നതായിട്ട്, കാരണം ഇത് എല്ലാം തമ്മിൽ ചേർന്നു പോകും. തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. മെഷർ ചെയ്യാൻ പറ്റാതിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അതിനെ ബിഗിനിങ് എന്ന് പറയുന്നത്. അത് നേരത്തെ നമ്മൾ കുറ്റി അടിച്ച് കളം വരയ്ക്കാൻ തുടങ്ങുമ്പോൾ ആ കുറ്റി വളരെ പ്രധാനപ്പെട്ടതായി തീരും. ഇവിടെ തന്നെ വന്ന് എല്ലാവരും അളക്കണമെന്ന അവസരം നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് 2025 ഇത് വാശിയോടെ പറയുന്നത്. എല്ലാം ഇങ്ങനെയാണെന്നുള്ളത്. അല്ലാതെ ഈ പ്രപഞ്ചത്തിനെ പറ്റി ആലോചിക്കുവാണെങ്കിൽ 2025 കഴിഞ്ഞാൽ ഇന്നലെ തുടങ്ങി, ഇന്നലെ പോലും പറയാൻ പറ്റാത്ത അത്രയും അടുത്ത. പക്ഷെ നമുക്ക് അല്ല, ഇപ്പം ബ്ലാക്ക് ഹോളിൽ പെടുന്ന പോലെ ഇത് മൊത്തം വന്നിട്ട് ഒരിടത്ത് നേരത്തെ ഉണ്ടായിരുന്ന വെള്ളം ഒരിടത്ത് വന്ന് തീർന്നു.
അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത്. അതങ്ങനെ അത് നമുക്ക് അത് അറിയാനായിട്ട് ഒരു മെക്കാനിസം ഇല്ല. അറിയണമെങ്കിൽ രണ്ട് വേണം. അല്ല, ആദ്യത്തെ ചോദ്യം, ഇത് അറിയേണ്ട ആവശ്യമുണ്ടോ? അതുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചോളം കാര്യകാരണ സംബന്ധമായി ലോകത്തിനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒന്നിനു പുറകെ കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയത് വഴിയാണ് ഈ ചുറ്റുപാടും നമുക്ക് അനുകൂലമാക്കി ഇത് മുഴുവൻ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞത്. അല്ല, അത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ പ്രശ്നം തീർത്തിട്ട് വേണ്ടേ നമ്മൾ അടുത്ത വീട്ടിലെ പ്രശ്നം നമ്മുടെ വീട്ടിലെ നോക്കണ്ടെന്ന് പറഞ്ഞ പോലെ പ്രശ്നമാണിത്. നമ്മുടെ ശരീരത്തിനും മനസ്സിലുമുള്ള പ്രശ്നങ്ങൾ മനുഷ്യൻ തീർക്കാതെയല്ലേ ഈ അല്ലല്ല ഈ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ പുറത്തിരിക്കുന്നത് തെറ്റിദ്ധരിക്കുന്നുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് പ്രപഞ്ചവും നിങ്ങളും തമ്മിൽ രണ്ടാകാൻ സാധ്യമല്ല. പ്രപഞ്ചമായിരിക്കാനേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. അല്ലാതെ ആളുകൾ യോഗിമാരുടെ വീട്ടിൽ തമ്മിൽ പിന്നെ ചേർക്കാൻ പറ്റുന്നതാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ഇത് രണ്ടാകാനാ പറ്റാത്ത. അല്ല, രണ്ടായത് തമ്മിൽ ചേർത്തിട്ട് ഒന്നിച്ചാക്കിയതുപോലാണ് ഈ ആൾക്കാർ പറയുന്നത്. അങ്ങനല്ല. ഒരു സമയത്ത് ഇത് രണ്ടായിട്ടില്ല. അല്ല, നമ്മളെ റെഫറൻസ് ആയിട്ട് നമ്മളെ സ്വയം റെഫറൻസ് ആക്കുക. നമ്മൾക്ക് മുമ്പും നമ്മൾക്ക് ശേഷവും ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മളെന്ന് പറയുന്ന റെഫറൻസ് പോയിന്റ്. ഇപ്പം സോഹനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് അറിയുന്നത് ഈ പ്രപഞ്ചത്തിനെ. നിങ്ങളാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് നിൽക്കാനൊക്കെ ഉള്ളു, എൻ പോയിന്റ് ആയിട്ട് നിൽക്കാനൊക്കെ ഉള്ളു. ടൈമായിട്ടും സ്പേസ് ആയിട്ടും പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇവിടവും ഇപ്പോൾ എന്ന് പറയുന്നത്. ആരാണോ അറിയുന്നത്, ഇത് മനുഷ്യരെ പറ്റിയല്ല ഞാൻ വീണ്ടും പറയുന്നത്. നമ്മളിപ്പം രണ്ടുപേരും മനുഷ്യരായതുകൊണ്ട് നമ്മളെ പറ്റിയാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ എവിടെ ഇരുന്ന് ആരറിയാൻ ശ്രമിച്ചാലും ഈ അനുഭവമേ ഉള്ളൂ. അല്ല, പ്രപഞ്ചത്തിൽ അങ്ങുള്ളിടത്തൊക്കെ വേറെ ആയിരിക്കും, അങ്ങനെ പറ്റത്തില്ല. പ്രപഞ്ചത്തിനെ അറിയാൻ ഒരു എൻറ്റിറ്റി, അതിനെ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ സ്വത്വം എന്നൊക്കെ പറയുന്ന വാക്കൊക്കെ ഉപയോഗിച്ചിട്ട് അത് അറിയാൻ ശ്രമിച്ചാൽ, അത് ആരാണെന്നുള്ളതല്ല, അതൊരു ഉറുമ്പ് അറിയാൻ ശ്രമിച്ചാലും മനുഷ്യനറിയാൻ ശ്രമിച്ചാലും നമുക്കൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു സ്വത്വത്തിനെ പറ്റി നമ്മൾ ആലോചിച്ചിട്ട് വെച്ചാലും അറിയണമെങ്കിൽ ഇങ്ങനെ പറ്റുള്ളൂ. നമുക്കറിയുന്ന ഈ പ്രപഞ്ചത്തിനകത്ത് ഈ സാധ്യതയുള്ളൂ. അതിനകത്തുനിന്ന് ആരാണോ അളക്കുന്നത് അവരാണ് ആ മെഷറിംഗ് പോയിന്റ് ആയിട്ട് വരുന്നത്. അവിടെയാണ് ഇവിടെ ഇപ്പോൾ എന്ന് പറയുന്നത്. അല്ല, അതപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയ സ്റ്റാർട്ട് ചെയ്ത ബാക്ടീരിയകളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ബാക്ടീരിയയുടെ കാര്യമൊക്കെ നമ്മൾ പറയുന്നത്. ബാക്ടീരിയ നമുക്കുണ്ടായിട്ട് എത്ര വർഷമായി? മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് മനുഷ്യർക്ക് ബാക്ടീരിയ ഉള്ളത്. അതിന് മുമ്പ് ബാക്ടീരിയ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു. അതിനു മുമ്പ് നമ്മളെന്തോ പറഞ്ഞിരുന്നേ? എന്തോ ഒരു അദൃശ്യ ശക്തി നമ്മളെ ഉപദ്രവിക്കുന്നതായിട്ടാണ്. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് വസൂരി വരുന്നതോ പ്ലേഗ് വരുന്നതോ ദൈവത്തിന്റെ കോപമായി മാറിയത്. പക്ഷെ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ കൊച്ചു ജീവികൾ ഇഷ്ടംപോലുണ്ട്. അവർ പണിയെടുത്തിട്ടാണ് ഈ പല പ്രശ്നം ഉണ്ടാകുന്നതെന്നും പല ഗുണവും ഉണ്ടാകുന്നതെന്നും രണ്ടും നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ നല്ല ബാക്ടീരിയയും ചീത്ത ബാക്ടീരിയ ഉണ്ടെന്നും കണ്ടുപിടിച്ചു. അപ്പൊ ഈ ബാക്ടീരിയയുടെ ലോകമൊക്കെ ലോകത്തുണ്ടായത് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷമേ ഉള്ളൂ. അതിനു മുമ്പ് ബാക്ടീരിയ ഇല്ല. മനുഷ്യർക്ക് അപ്പൊ ഇല്ലായിരുന്നോ? നമുക്ക് അറിഞ്ഞൂടായിരുന്നു. അത് അങ്ങനെയാണ്. നമുക്ക് അറിയുമ്പോൾ തുടങ്ങിട്ട ഈ ഉണ്ടാകുന്നതെന്ന് തുടങ്ങുന്നതെന്ന് ഞാൻ പറഞ്ഞത് കേട്ട. നമ്മൾ അറിയേണ്ടതുണ്ട്. അറിയുമ്പോഴാണ് സൂക്ഷ്മമായ ലോകമുണ്ട്, വളരെ സ്ഥൂലമായ ലോകമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യുന്നത് കൊണ്ടാണ് ഈ രണ്ടാകുന്നത്. മെഷർ ചെയ്യുമ്പോഴാണ് ഈ രണ്ടാകുള്ളൂ. അല്ലെങ്കിൽ പ്രപഞ്ചം ഒന്നായിട്ടിരിക്കത്തുള്ളൂ. നമ്മൾ ഒന്നായിട്ടായിരിക്കുന്നത്. ആരെങ്കിലും നിങ്ങളുടെ ചിന്തകൾ എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് അതെവിടുന്നോ വരുന്നു, ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ചിന്ത എന്റെയാ, അതെന്റേതാണ് എന്ന് പറയൂ. അല്ല, അതാ പറയുമ്പോ താങ്കളുടെ ശരീരത്തിലെ ഒരു ബാക്ടീരിയക്ക് താങ്കളിൽ നിന്നും എന്നിലേക്ക് പകരാൻ പല മാർഗമുണ്ട്. എന്നെ തൊടാം, കാറ്റടിച്ചിട്ട് വരാം, പല രീതിയിലും എന്നിലേക്ക് വരാം. അതൊരു ഇന്റർ ഗാലക്സി റൈഡ് ആണെങ്കിൽ നാളെ നമുക്കും ഇവിടുത്തെ പോലെ ഒരു ഇന്റർ ഗാലക്സി റൈഡിന് സാധ്യതയില്ലേ? നമ്മൾ ഗാലക്സിയിൽ മറ്റിടത്ത് പോകാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു നമുക്ക് കഴിവില്ല എന്നുള്ളത് മാത്രമാണ്. നമുക്കത് ഉണ്ടെന്നും കാണാമല്ലോ. നമ്മളിപ്പോ സൂര്യൻ എത്ര അകലെയാണെന്നൊക്കെ ഉള്ളതൊക്കെ നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. 8 മിനിറ്റ് ദൂരം എന്നുള്ളത് നമ്മൾ കണ്ടെത്തി. അല്ലെങ്കിൽ 9 മൈലാണ് എനിക്ക് ഓർമ്മ അറിയുന്നത്. ഞാൻ ഈ കിലോമീറ്റർ മൈലും പഠിച്ചിട്ടുള്ളതുകൊണ്ട് അതൊക്കെ പണ്ട് പഠിച്ചതാണ്.
9,30,00,000 മൈൽ എന്നാ പഠിച്ചിട്ടുള്ളത്. അതിപ്പം കിലോമീറ്റർ കണക്ക് ശരിയാക്കണം. അപ്പൊ ഈ ദൂരമാണെന്ന് നമ്മൾ പഠിച്ചിട്ട് സൂര്യനെ പോലെ ഒരു നക്ഷത്രം വേറെ നമ്മുടെ തൊട്ടടുത്തുണ്ടെന്ന് നമ്മൾ പറയുന്നത് പ്രകാശം യാത്ര ചെയ്യുന്ന സ്പീഡ് നമ്മൾ കണക്ക് കൂട്ടിയിട്ടുണ്ട്. അത് 3,00,000 കിലോമീറ്ററോ അല്ലെങ്കിൽ 1,56,000 മൈലോ ആണ്. അത് ഒരു സെക്കൻഡിൽ പോകുന്നത്, ഒരു മിനിറ്റ് പോകുന്നത്, 24 മണിക്കൂർ പോകുന്നത്, 365 ദിവസം പോകുന്നതെന്ന് കണക്ക് കൂട്ടിയിട്ട് ഒരു ലൈറ്റ് ഇയർ എന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ എടുത്താൽ 4.5 ലൈറ്റ് ഇയറിന് അകലെയാണ് നമ്മുടെ ആദ്യത്തെ നക്ഷത്രം സൂര്യൻ കഴിഞ്ഞാൽ നിൽക്കുന്നത്. 4.5 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ വയ്യാത്തത്രയും അകലെയാണ്. പക്ഷെ പിന്നെ അങ്ങോട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 100, 200, 300, 1000 ഒക്കെ ലക്ഷമൊക്കെ ഉള്ള ലൈറ്റ് ഇയർ അകലെയാണ് ഈ കാണുന്ന സാധനങ്ങളെല്ലാം നിൽക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ മെഷർ ചെയ്യണമെന്ന് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് മെഷർ ചെയ്യുന്നത് മാത്തമെറ്റിക്കലായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് അവിടെയൊക്കെ പോകാം. അപ്പൊ ഈ 4.5 ലൈറ്റ് ഇയർ അകലെയുള്ള നക്ഷത്രത്തിന് ചുറ്റിനും നമ്മൾ വിചാരിക്കുന്ന നിലവാരത്തിൽ പ്ലാനറ്റുകൾ നമുക്ക് കണ്ടിട്ടില്ല. അതിനൊക്കെ അപ്പുറത്തുള്ള പ്ലാനറ്റ് സ്ഥലത്തൊക്കെയാണ് നമ്മളെ പോലുള്ള ഭൂമി പോലുള്ള ഗ്രഹങ്ങളുള്ളതെന്ന് പറയുന്നത് 500, 1000 ഒക്കെ കോടി ലൈറ്റ് ഇയർ അകലെയാണ്. ലൈറ്റ് ഇയർ അല്ല അന്നേരം താങ്കൾ പഠിച്ച ഈ വേദാന്തത്തില് ഇപ്പം നമ്മള് മരണശേഷം നമ്മളെ വേണമെങ്കിൽ ദഹിപ്പിക്കാം, അല്ലെങ്കിൽ നമ്മളെ കുഴിച്ചിടുമ്പോൾ ബാക്ടീരിയ മണ്ണിലേക്ക് ചേർന്ന് വീണ്ടും ഇങ്ങനെ പോകുന്നു. ഈ കഴിച്ചു കഴിയുമ്പോൾ ഈ ബാക്ടീരിയക്ക് എന്ത് സംഭവിക്കുന്നത്? ബാക്ടീരിയ സഹിതം ചത്തുപോത്തേ ഉള്ളൂ. ഇപ്പൊ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ വിഷയം പറയുന്നത് തന്നെയാണ്. നമ്മൾ അവിടോട്ട് യാത്ര ചെയ്യാനായിട്ട് നമുക്കിപ്പോ ഒരു വാഹനവും ഇല്ല. മനസ്സിൽ മാത്രമേ യാത്ര സാധ്യമാകത്തുള്ളൂ. അത് പറയാനായിരുന്നു നേരത്തെ അത് പറഞ്ഞു. അല്ലല്ല, അത് പറഞ്ഞിപ്പം താങ്കളുടെ ബാക്ടീരിയക്ക് എന്നിലേക്ക് വരാൻ പറ്റുമെങ്കിൽ നമ്മൾ സ്ഥൂലവും സൂക്ഷ്മമായിട്ട് കമ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ നാളെ നമുക്കും ഇതുപോലെ മറ്റൊരു ഗാലക്സിയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റേണ്ടതല്ലേ? അല്ല, നമ്മൾ സാങ്കല്പികമായി നമുക്ക് പറയാം എന്നുള്ളതല്ലാതെ ഏറ്റവും അടുത്ത നക്ഷത്രത്തിനെ പറഞ്ഞ് ഇത്രയും ദൂരെയാണ്. അതിന് ലൈറ്റിന്റെ സ്പീഡ് വേണം പോകണ്ടേ. നമ്മളെ മനസ്സിലാക്കാനുള്ളത് നമുക്കറിയാവുന്ന വാഹനങ്ങളെല്ലാം എടുത്താല് ഇതൊക്കെ ഒരു 10,000 കിലോമീറ്ററിനകത്തുള്ള സ്പീഡ് ഇതുവരെ നമുക്കുള്ളു. നമ്മള് എൻഡിവർ എന്ന് പറഞ്ഞ് അയച്ചിട്ടുള്ള സാധനത്തിന്റെയൊക്കെ വേഗതയൊക്കെ ഈ 10,000 കിലോമീറ്ററിനകത്താണ്. 3,00,000 കിലോമീറ്റർ വേണം ഒരു സെക്കൻഡിലാണ്, മറ്റേത് മണിക്കൂറിലാണ് നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ദിവസങ്ങളിലാണ് പറയുന്നത്. അതിപ്പോ നാളെ ശാസ്ത്രത്തിന് അതിനെ കംപ്ലീറ്റ്ലി മാറ്റി ശാസ്ത്രം എന്നുള്ള കാര്യം 20 വർഷത്തിന് മുമ്പ് വാട്സപ്പിനെ കുറിച്ച് പറഞ്ഞാൽ ജനത്തിന് മനസ്സിലാവത്തില്ല. അല്ല, അതൊക്കെ അത്ര ലളിതമല്ല ഇത്. അത്ര ലളിതമല്ല. നമ്മളിത് മനസ്സിലാക്കി എനിക്ക് എന്റെ ചിന്തയെ നാളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പറഞ്ഞത് അങ്ങനെ പറയുമ്പോൾ ചിന്തയെ നിങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്ത ചിന്ത മാത്രമേ പോകത്തുള്ളൂ, നിങ്ങളോട് ഇരിക്കും. അതായത് ചിന്തയോടൊപ്പം എന്റെ ശരീരത്തിൽ കൂടെ വിടാവുന്ന ടെക്നോളജി വന്നാലോ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന, നമുക്ക് ഇന്ന് ഇമാജിൻ ചെയ്യാവുന്ന ഒരു ടെക്നോളജി നിങ്ങളുടെ ഈ ശരീരം ലൈറ്റിന്റെ സ്പീഡിലാക്കാൻ വെക്കുന്ന ഫോട്ടോൺസ് ആകേണ്ടി വരും. ഇപ്പൊ നമ്മുടെ ബോഡി ക്യാൻ ബി കൺവേർട്ടഡ്, മാസ് ക്യാൻ ബി കൺവേർട്ടഡ് ടു എനർജി. അങ്ങനെ അത് സിദ്ധാന്തപരമായി നമ്മൾ പറയുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് ഒരു എബിലിറ്റി ആ നിലവാരത്തിലില്ല. അതിനെയും നമ്മൾ അടുത്ത ഇപ്പൊ വാട്സാപ്പും സാധനങ്ങളും അല്ലെങ്കിലും സ്മാർട്ട് ഫോണിനെ പറ്റിയൊക്കെ പറയുന്ന സ്ഥലമൊന്നും അല്ല ഇത്. ലിറ്ററലി നമുക്ക് ഒരു വണ്ടിക്കകത്ത് കയറി പോകേണ്ടി വരും. ആ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ വണ്ടി സഹിതം ലൈറ്റ് ആകേണ്ടി വരും. ലൈറ്റ് ഫോട്ടോൺസ് ആകേണ്ടി വരും. എങ്കിലേ ലൈറ്റിന്റെ സ്പീഡിൽ തന്നെ പോകാനൊക്കത്തുള്ളൂ. ലൈറ്റിന്റെ സ്പീഡിൽ പോയാൽ തന്നെ 1000 ലൈറ്റ് ഇയർ അകലെയുള്ള സ്ഥലത്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവനെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു 100 വർഷത്തിനകത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങും ശവമായിട്ട് എത്തിച്ചേരാനേ പറ്റുള്ളൂ. ഇനി അങ്ങനെയല്ല, നമ്മളെ സസ്പെൻഡഡ് ആനിമേഷൻ എന്ന് പറയും. പറഞ്ഞാൽ ശരീര ചലനങ്ങളെല്ലാം കംപ്ലീറ്റ് നിർത്തി ലിംബോ എന്ന് പറയും. യാതൊരു ഇതും ഇല്ലാതെ നമുക്ക് വെക്കാൻ പറ്റുന്ന അവസ്ഥ. ഇതൊക്കെ നമുക്ക് സാങ്കല്പികമായിട്ടും കുറച്ച് ചെയ്യാനും പറ്റുന്ന നിലവാരത്തിലായിട്ടുണ്ട്. ഇതെല്ലാമായിട്ട് നമ്മളെ അയക്കാനേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അയച്ചാൽ തന്നെ ആയിരക്കണക്കിന് വർഷം കൊണ്ട് മാത്രമേ ഏറ്റവും അടുത്ത ഗ്രഹത്തിലേക്ക് എത്തത്തുള്ളൂ. അല്ല, എന്നാലും താങ്കളുടെ കൺസെപ്റ്റിൽ ഏകദേശം എത്ര സമയം എടുക്കും ഈ സ്വർഗത്തിൽ എത്താനായിട്ട്? സ്വർഗം എന്ന് പറയുന്നത് മനുഷ്യ സങ്കല്പത്തിൽ മാത്രമാണ്. അത് നമ്മൾ അവിടെ തന്നെ നമ്മൾ എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരിക്കും, അല്ലാതെ അതിനങ്ങ് പോകാനൊക്കത്തില്ല. നിങ്ങളുടെ ചിന്ത നിങ്ങളിൽ നിന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓടിയിരിക്കത്തേ ഉള്ളൂ. സ്വർഗത്തിലെ തേനും പാലും ഒന്നും ഏത് സാധനവും നിങ്ങളുടെ സങ്കല്പത്തിലിരിക്കും.
നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരിക്കത്തുള്ളൂ. ഈ പറയുന്ന നരകം എന്ന് പറഞ്ഞാലും സ്വർഗം എന്ന് നിങ്ങൾ പറഞ്ഞാലും അപ്പൊ സദ്യ അടിക്കണമെങ്കിൽ സങ്കല്പത്തിൽ അടിക്കാൻ പറ്റും, അടിക്കാനൊക്കത്തുള്ളൂ. അത് ഇഷ്ടംപോലെ ചെയ്യാൻ പറ്റും. അത് കാരണം കൊണ്ടാണ് ഇഷ്ടംപോലെ വേദങ്ങൾ എഴുതിയിരിക്കുന്നത് കൊണ്ടാ ലോകത്ത്. എങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് സങ്കല്പിച്ചുകൂടെ സ്വർഗ്ഗം അതാണ് ഇവിടെ തന്നെ? ചെയ്തിരിക്കുന്നത്, അതാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇരുന്ന് സങ്കല്പിച്ച് കൂട്ടിയതാണ് നമ്മൾ ഈ കാണുന്ന മുഴുവന്. നമ്മൾ എടുത്ത് ബൈബിൾ എടുത്താലും ഖുറാൻ എടുത്താലും ഭഗവത്ഗീത എടുത്താലും സങ്കല്പിച്ച് കൂട്ടിയതാണ് അത് മുഴുവൻ. 4 വേദങ്ങളും സങ്കല്പിച്ച് കൂട്ടിയതാ. അതിനപ്പുറത്തോട്ട് അത് എത്തത്തില്ല. അല്ലാതെ അതിന് പുറത്തിറങ്ങാൻ നമ്മളിൽ നിന്ന് ഭിന്നമായിട്ട് ഒരു എക്സിസ്റ്റൻസ് സാധ്യമല്ല. ആ ഭാഗത്തോടല്ല നമ്മൾ ഈ വിഷയത്തിനെ നമ്മൾ സമീപിക്കുന്നത്. നമ്മൾ ഈ വിഷയത്തിനെ സമീപിക്കുന്നത് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, പ്രപഞ്ചത്തിനെ അറിയാൻ ശ്രമിക്കുന്നവരുടെ മെഷറിംഗ് റോഡിനകത്താണ് ഈ ബാക്കിയുള്ളത് മുഴുവൻ നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മളെ അറിയാനായിട്ട്, ലോകത്തിനെ അറിയാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ഇട്ടിട്ട് ആരംഭിക്കുന്ന ആരംഭങ്ങളിലൂടെ നമുക്ക് ഉണ്ടാക്കുന്ന കൺസെപ്റ്റുകൾ വെച്ചിട്ടാണ് ലോകത്തിനെ മനസ്സിലാക്കുന്നത്. ആ മനസ്സിലാക്കുന്ന ലോകത്തിന്റെ നിയമം എന്ന് നമ്മൾ പറയാറുണ്ട്. പ്രകൃതിക്ക് ഒരു നിയമം ഉണ്ടെന്നൊക്കെ നമ്മൾ പറയും. നാച്ചുറൽ ലോ എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്ന് പറഞ്ഞാൽ ഒരു സെയിം പാറ്റേണോടെ ഇത് പെരുമാറുന്നത് ഇങ്ങനെ എന്ന് നമ്മൾ കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ ഈ നാച്ചുറൽ ലോ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന് സമാനമായിട്ടാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെങ്കിൽ അത് വർക്ക് ചെയ്യും. ഇത്രയാണ് നമുക്ക് കാണുന്നത്. ഇതുകൊണ്ടാണ് നമുക്ക് ഈ ഇവിടെ ഇരിക്കുന്ന ഈ മേശ ഉണ്ടാക്കാൻ പറ്റുന്നത്, ഈ കാണുന്ന ലൈറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്, ഈ ക്യാമറ ഉണ്ടാക്കാൻ പറ്റുന്നത് പ്രപഞ്ചത്തിന്റെ ഓൾറെഡി ഉണ്ടായിരിക്കുന്ന ഒരു പ്രവർത്തന രീതിക്ക് അനുസൃതമായി ചുറ്റുപാടിനെ നമുക്ക് അനുകൂലമാക്കി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതിനെയാണ് നമ്മൾ അതിന് രൂപമാറ്റം വരുത്തുക. ഇപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന കസേര, ഈ ഇരിക്കുന്ന ഒരു വസ്തുവും അല്ല ഈ കസേര അല്ല, ഈ രൂപത്തിനെയാണ് നമ്മൾ കസേര എന്ന് പറയുന്നത്. ഇത് തടി കൊണ്ടുണ്ടാക്കാം, തുണി കൊണ്ടുണ്ടാക്കാം, പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കാം. ഈ രൂപമാക്കി മാറ്റി അത് കസേര എന്ന് നമ്മൾ വിളിക്കും. അങ്ങനെയാണ് അതിന്റെ പേര്. ആ കസേര എന്ന് പറയുന്നത് ആ ഷേപ്പിനാണ്, രൂപത്തിനാണ്. ആ രൂപത്തിന് നമ്മളാണ് പേരിടുന്നത്. അതുകൊണ്ട് മലയാളികൾ കസേര എന്ന് വിളിക്കുമ്പോൾ ഇംഗ്ലീഷുകാരെ ചെയർ എന്ന് വിളിക്കും. അവരിടുന്ന അടയാളമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ അടയാളമാണത് ഈ രൂപത്തിന്. പക്ഷെ ഈ രൂപം നമ്മൾ ഉണ്ടാക്കുന്നതല്ല. ഈ രൂപം നമ്മൾ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആക്കി എന്നുള്ളത് ഈ സാധ്യതകൾ നമ്മൾ ഉപയോഗിച്ചു എന്നുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാറ അവിടെ ഇരിക്കുന്നു, ആ പാറ മുകളിൽ വശം പരന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് അതേ ഇരിക്കാൻ പറ്റും. നമ്മൾ കൂർത്ത ഒരു പാറയിൽ ഇരിക്കത്തില്ല, നമുക്കറിയാതെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ പരന്ന പാറയിൽ ഇരിക്കാൻ പറ്റുമെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ കൂർത്ത പാറയുടെ മേൽവശത്ത് കൂർപ്പുള്ള ഇടം ചെത്തിക്കളയുന്നു. അപ്പൊ ഇരിക്കാൻ പറ്റുന്ന ഒരു പ്രതലം ഉണ്ടാകും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പറ്റിയ രൂപത്തിലേക്ക് ഈ ഇരിക്കാൻ പറ്റാത്ത രൂപങ്ങളെ അനുകൂലപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ അനുകൂലപ്പെടുത്താൻ പറ്റും. അപ്പൊ താങ്കളുടെ മരണശേഷം താങ്കളെ ഞങ്ങൾ ദഹിപ്പിക്കണോ അതോ കുഴിച്ചിടണോ, ഏതാണ് താങ്കൾ പ്രിഫർ ചെയ്യുന്നത്? എനിക്ക് പ്രിഫറൻസേ ഇല്ല. അല്ല, ഏതായിരിക്കും എനിക്ക് അല്ല താങ്കളുടെ കാഴ്ചപ്പാടിൽ താങ്കളുടെ ഉള്ളിലെ ബാക്ടീരിയകളോട് യാതൊരുവിധ പ്രതിബദ്ധതയില്ലേ? അവര് ജീവിക്കണോ അതോ മരിക്കണോ? ഇത് രണ്ടും താങ്കളോടൊപ്പം അവസാനിക്കണം. ഈ ഭൂമി മുഴുവനും ബാക്ടീരിയ ഉള്ളത് കാരണം കൊണ്ട്. അല്ല, എന്നാലും നമ്മുടെ ശരീരത്തിനുള്ളിൽ വസിക്കുന്ന ബാക്ടീരിയയോട് ഒരു ഇത്തിരി ഇല്ല, യാതൊരു പ്രത്യേകതയില്ല. കാരണം അത് എല്ലാ ബാക്ടീരിയകളെ പോലെ ഒരു ബാക്ടീരിയ മാത്രമാണെന്ന് അറിയുന്ന കാരണം കൊണ്ട് അതിന് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു മമതയും അതിനോടില്ല. കാരണം എന്റെ ശരീരത്തിലുള്ള ബാക്ടീരിയകൾ മാറി മാറി പോയി പുതിയ പുതിയ ബാക്ടീരിയകളും ഉണ്ടാവും. പെറ്റ് പെരുകി വേറെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, പെറ്റ് വരിക എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ളത് അർത്ഥമേ ഇല്ല. അവർ വരാറില്ല, ബാക്ടീരിയ രണ്ടാകത്തേ ഉള്ളൂ. അപ്പം അത് കാരണം കൊണ്ട് ആ നിലവാരത്തിൽ ഉണ്ടാകുന്ന ഞാൻ തന്നെ എങ്ങനെയാണോ എല്ലാ ദിവസവും മാറി വേറൊരാളായി കൊണ്ടിരിക്കുന്നത് പോലെ, ഞാൻ കുഞ്ഞായിരുന്നത് വലുതാകുന്നത് പോലെ തന്നെ ബാക്ടീരിയയും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അത് കാരണം കൊണ്ട് അങ്ങനെ സവിശേഷമായ യാതൊരു ബന്ധവും അവരുമായിട്ട് എനിക്കില്ല. മാത്രമല്ല, എനിക്ക് ബാക്ടീരിയ ഉണ്ടെന്ന് തന്നെ അറിയില്ല. മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ മാത്രം അറിഞ്ഞിരുന്ന ഒരു സാധനമാണ്. അല്ലാതെ ആ ബാക്ടീരിയ ആയിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബാക്ടീരിയയെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വലിയ കാട് പോലെയോ അല്ലെങ്കിൽ ഒരു കുളം പോലെയോ അല്ലെങ്കിൽ സമുദ്രം പോലെയാണ്. അതിനകത്ത് മീനെ പോലെയാണ് ബാക്ടീരിയകൾ. അല്ലാതെ അതിന് ആ കടലിന് അതിനകത്തുള്ള മീനുമായിട്ട് ആ ലെവലിൽ ബന്ധമൊന്നുമില്ല. അതുപോലാണ് നമ്മളുമായിട്ട് നമുക്കൊരിക്കലും നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവില്ല. ഇതിപ്പം നമ്മുടെ കാഴ്ചപ്പാട് അല്ല, ഇത് ഏതാണ് ബെറ്റർ? ഇപ്പം ഒരു മരണം കഴിഞ്ഞു ഒരാളെ അടക്കുമ്പോൾ അത് ദഹിപ്പിക്കണോ അതോ കുഴിച്ചിടണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് ഏതാ ബെറ്റർ എന്ന് പറയും. ഇത് നിങ്ങളുടെ ആ ബെറ്റർ എന്നുള്ള ചോദ്യം
ആർക്കെന്നുള്ള ചോദ്യത്തിനകത്തൂടെ അപ്പൊ അത് താങ്കളുടെ കാഴ്ചപ്പാടിൽ അല്ല, എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ മരിച്ചു കഴിഞ്ഞതാണ്. പിന്നെ മീനിങ് ഇല്ല. കാരണം ഞാൻ ഇല്ലാത്തിടത്തോളം കാലം പിന്നെ പ്രപഞ്ചത്തിനകത്ത് വേറെ മീനിങ് ഇല്ല. ഈ നമ്മള് എന്ന് പറയുന്നത് വേറെ ആളുകൾക്കാണ് ഈ ശരീരം എന്ത് ചെയ്യണം എന്നുള്ള ചർച്ചയുള്ളത്. അല്ലാതെ മരിച്ച ഈ ആൾക്കാർ പൂജാതി കർമ്മങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ്. അത് കഴിഞ്ഞിട്ടുള്ള മോക്ഷം ഇക്ഷ അതൊക്കെ വെറുതെ എല്ലാം ജീവിച്ചിരിക്കുന്നവരുടെ സങ്കല്പത്തിലല്ലാതെ വേറെ ഒന്നും തന്നെ. ഒരുപാട് പേർക്ക് പണി പോയില്ലേ? അതുകൊണ്ടാണ് അത് തുടരുന്നത്. വേറെ അർത്ഥമൊന്നുമില്ല. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി പറയുന്നു എന്നുള്ളതല്ലാതെ വേറെ മീനിങ് ഇല്ല. ഇപ്പം ബലിയിടാൻ പോകുന്നവർ ഇതൊക്കെ വേറെ ഞാൻ പറഞ്ഞില്ല, പണ്ട് കാലത്ത് നമ്മുടെ ശരീരത്തിനകത്തുനിന്ന് ഇറങ്ങി ജീവൻ പോകും എന്ന് തെറ്റിദ്ധരിച്ച മനുഷ്യരുടെ പ്രവർത്തനങ്ങളാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ശരീരത്തിനകത്ത് ഒരു ജീവൻ ഇരിപ്പുണ്ട് എന്ന് രണ്ടാക്കിയ മനുഷ്യരുടെ സങ്കല്പത്തിൽ മാത്രമാണ് ഈ ജീവൻ അങ്ങനെ ഇരിക്കുന്നത്. അത് ഇങ്ങനെ മനസ്സിലാക്കണം. നമ്മൾ നിങ്ങൾക്ക് അറിയാവുന്ന എളുപ്പം മനസ്സിലാകാൻ പറ്റുന്ന ഒരു ഇത് പറഞ്ഞാൽ, നമ്മൾ കാർ ഓടുമ്പോൾ നമുക്കൊരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്ത് എത്താൻ പറ്റും. അപ്പൊ കാറിനെ എടുത്ത് നോക്കുമ്പോൾ കാറിന് വീലുണ്ട്, കാറിന് സ്റ്റിയറിംഗ് വീലുണ്ട്, അത് ഞാൻ സീറ്റുണ്ട്, അതിന്റെ ബോഡി എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറയുമ്പോൾ ഇത് മുഴുവൻ അഴിക്കാൻ പറ്റും. ഓരോ നെട്ടും ബോൾട്ടുമായിട്ട് നമ്മൾ അഴിച്ച കാർ അപ്രത്യക്ഷമായി പോകും. ആ എന്തെങ്കിലും അതിനകത്ത് കുറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒന്നും കുറഞ്ഞിട്ടില്ല, അവിടെ കിടപ്പുണ്ട്. പക്ഷെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് അതിന്റെ വേഗതയിൽ യാത്ര ചെയ്യാൻ ഒന്നും പറ്റത്തില്ല. അപ്പൊ കാർ എന്ത് ചെയ്യുന്ന ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കിടക്കുന്നതിനകത്ത് കാറ് കാണിക്കാൻ ആകത്തില്ല, കാർ അപ്രത്യക്ഷമായി പോകും. അത് ഓരോന്നായിട്ട് നമ്മൾ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ കാണാൻ അതിന്റെ കാറ് പ്രത്യക്ഷപ്പെടും. പ്രതിയക്ഷം എന്നാണ് കണ്ണിന്റെ മുമ്പിൽ. നമ്മുടെ ശരീരം ഇതേപോലെ മാറ്റി മാറ്റി എടുത്തൂടെ ഓരോ ഓർഗനായിട്ട്? അത് മനസ്സിലാക്കാനാണ് ഇത് മിണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ തമ്മിൽ ചേർത്ത് ഉണ്ടാക്കിയ രൂപത്തിനെയാണ് നമ്മൾ കാറെന്ന് വിളിച്ചത്. രൂപം മാത്രമാണ്. അതിനകത്ത് ഇരിക്കാൻ പറ്റും, അതിനകത്ത് യാത്ര ചെയ്യാൻ പറ്റും, സുഖ സൗകര്യങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. ഇത് മുഴുവനും വേണ്ടവണ്ണം ഈ സാധനങ്ങൾ, അവിടെ കിടന്ന സാധനങ്ങൾ വേണ്ടവണ്ണം രീതിയിൽ ചെയ്യണം. അങ്ങനെ അല്ലാതെ ഇതെല്ലാം കൂടെ വാരിക്കൂട്ടി അവിടെ വെച്ചാൽ കാറാകത്തില്ല, ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല. അപ്പം നമ്മൾ ഇത് തമ്മിൽ ചേർത്ത് അതിന്റെ സവിശേഷമായ സ്പെസിഫിക് ആയ ആ രൂപത്തിനകത്ത് എത്തിക്കുമ്പോഴാണ് അത് ഫങ്ഷണലായ ഓടുന്ന കാറാകത്തുള്ളൂ. അപ്പൊ ആ ഓടുന്ന കാറിന്റെ ഓട്ടം ആ കാറിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ? വെറുതെ ആലോചിക്കുക. കാറ് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ ഓട്ടം നിങ്ങളൊന്ന് കാണിക്കാവോ എന്ന് എന്നോട് ചോദിച്ച് എടുക്കാൻ പറ്റുമോ? ഓടാനുള്ള കാറ് വേണം. ആ കാറ് വേണമെന്നല്ല, അത് സെപ്പറേറ്റ് ചെയ്യാനേ പറ്റത്തില്ല. അല്ലല്ല, ഇത് അങ്ങനെ വേറെ കാര്യങ്ങളൊക്കെ പറയരുത്. വേറെ ഈ വിഷയം മനസ്സിലാക്കിയിട്ട് ഇവിടുന്ന് പോകാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ വീണ്ടും വേണ്ടാത്ത ചോദ്യം ചോദിച്ചോണ്ടിരിക്കും. ഞാനീ പറയുന്നത് കാറിനകത്തുനിന്ന് കാറിന്റെ ഓട്ടം മാറ്റാൻ പറ്റത്തില്ലെന്ന് അറിയുന്നത് പോലെ നമ്മൾ എന്ന് പറയുന്ന ജീവനെ ഇതിനകത്തുനിന്ന് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ അകത്തൊരു ജീവൻ ഇരിപ്പില്ല. ഈ ശരീരത്തിന്റെ പ്രവർത്തനത്തിനെയാണ് നമ്മൾ ജീവൻ എന്ന് വിളിക്കുന്നത്. ഇതുകൊണ്ടാണ് പ്രവർത്തനരഹിതമാകുമ്പോൾ ഇതിനകത്തുനിന്ന് എന്തോ ഇറങ്ങിപ്പോയിന്ന് തെറ്റിദ്ധരിക്കുന്നതാ. അപ്പൊ ഈ ഓർഗൻ ഡൊണേഷൻ, ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു കിഡ്നി കൊടുത്തപ്പോൾ ഞാൻ മരിച്ചില്ല. ഏത് മാറ്റുമ്പോഴാണ് ഞാൻ മരണത്തിലേക്ക് പോകുന്നത്? നിങ്ങൾ ഈ കിഡ്നി പോയാൽ നിങ്ങൾ മരിക്കും. നിങ്ങൾക്ക് കിഡ്നിയുടെ ഫങ്ഷന് സവിശേഷമായ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ, കിഡ്നിക്ക് ഒരു പ്രവർത്തനമുണ്ട്, ആ പ്രവർത്തനം നിന്നുപോയാൽ നിങ്ങൾ ചത്തുപോകും. അതുകൊണ്ടാണ് നമ്മൾ കിഡ്നി വേറെ കൊടുത്തിട്ട് ഞാൻ അവിടെ ഒരു മെഷീൻ വെച്ചു. അപ്പോഴാണ് അപ്പോഴാണ് അത് പകരം വെക്കുന്നത്. അപ്പൊ ഈ പകരം വെക്കുന്ന സാധനം കൂടെ ചേർന്ന് നിന്നേ പറ്റൂ. അതുകൊണ്ടാണ് പ്രവർത്തനത്തിനെയാണ് നമ്മൾ ജീവൻ എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിനെയാണ്. അല്ല, അങ്ങനെ എല്ലാ ഓർഗനും ഇതുപോലെ മാറ്റിയിട്ട് മെഷീൻ അവിടെ വെച്ചു. ഇത് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കത്തില്ലേ? മെഷീൻ പ്രവർത്തിക്കും. പക്ഷെ ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് മെഷീനും പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു ഐറ്റം ഉണ്ടാവത്തില്ലേ? അങ്ങനെയല്ല. ഇല്ല, അത് നമ്മൾ ഈ വെക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. വെക്കാൻ അറിഞ്ഞുകൂടാത്ത മേഖലകൾ നമുക്കിപ്പോ ഉണ്ട്. അതുകൊണ്ട് മാത്രം പറയുന്ന വരികൾ മാത്രം. നമ്മൾ മനസ്സിലാക്കാനുള്ളത്
ഇതിന്റെ ചേരുവയ്ക്കകത്തിരിക്കുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത്. ശരീരത്തിനകത്തൊരു ജീവൻ ഇരിപ്പില്ല, ശരീരത്തിനകത്തൊരു ആത്മാവിരിപ്പില്ല. ശരീരത്തിന്റെ പ്രവർത്തനത്തിനെയാണ് നമ്മൾ പറയുന്നത്. അത് ഇൻസെപ്പറബിളാ. ഇതുകൊണ്ടാണ് മരിച്ചു പോകുന്നു എന്ന് പണ്ടുള്ളവർ പറയുമ്പോൾ അവർ പ്രവർത്തനം നിലച്ചു എന്നുള്ളതിന് മനസ്സിലാക്കുന്നതിന് പകരം ഇതിനകത്തൊരാളിരിപ്പുണ്ടായിരുന്നു, അയാൾ ഇവിടെ വന്നേച്ച് പോയി എന്നാണ് വിചാരിക്കുന്നത്. ഇതുകൊണ്ടാണ് മരിച്ചു പോയി എന്ന് പറയുന്നത്. അല്ല, അപ്പൊ ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരാളുടെ സ്വയം അല്ലല്ലോ, അത് എക്സ്റ്റേണൽ ഒരു ഉപകരണമാണ് കൺട്രോൾ ചെയ്യുന്നത്. ആ ഒരു പീരീഡിൽ ഒരു പക്ഷെ വെന്റിലേറ്റർ കയറിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് തിരിച്ചു വന്നു. അതുവരെ ഈ മനസ്സ് എങ്ങോട്ട് തിരിച്ചു വന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പഴയ അത്ര ബുദ്ധിയില്ലാത്തവന്മാര് പണ്ടിരുന്ന് പറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അല്ല, അപ്പൊ അതുവരെ മനസ്സെങ്ങോട്ട് പോയിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. എങ്ങോട്ട് ഈ പ്രവർത്തനം നടക്കുന്നില്ലായിരുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. നേരത്തെ പറഞ്ഞില്ലേ, ആളുകൾ ഇങ്ങനെയൊക്കെ പറയും, ഫാനിന്റെ കൂട്ടാണ്, കറണ്ട് ആണ് പോലാണ്, ശക്തിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. കറണ്ട് ഉള്ളപ്പോഴും ഫാൻ വർക്ക് ചെയ്യത്തില്ല. അതിന്റെ കപ്പാസിറ്റർ പോയാൽ അത് നിൽക്കും, അവിടെ നിൽക്കും. ബാൾ ബെയറിങ് ജാം ആയാല് വർക്ക് ചെയ്യത്തില്ല. എല്ലാ സാധനവും അവിടെ ഉണ്ട്, വർക്ക് ചെയ്യത്തില്ല. ഇത് കറക്റ്റായി ഫങ്ഷൻ ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ ജീവൻ എന്ന് വിളിക്കുന്നത്. ജീവൻ ഈസ് എൻ എനർജി ഇല്ല. ഇതാണ് ഈ തെറ്റാണ് പണ്ടുള്ള വണ്ടക്കണയപ്പന്മാരെന്ന് ഞാൻ പറഞ്ഞു പോകുന്നവന്മാരെ. ഇതുകൊണ്ടാണ് ശരീരത്തിന് അകത്തൊരു എനർജി. ഈ വാക്കൊക്കെ ഈ ഫിസിക്സിനകത്തുനിന്ന് എടുത്തതാ. പണ്ട് ഇന്ത്യക്കാരൻ പറഞ്ഞിരുന്ന ചൈതന്യം എന്നായിരുന്ന വാക്ക് പറയുന്നത്. അതിന് ഈ ഫിസിക്സ് ഒക്കെ പഠിച്ചപ്പോൾ എനർജി എന്നുള്ളത് നല്ല വാക്കാണെന്ന് മനസ്സിലായിട്ട് അതെടുത്ത് അങ്ങോട്ട് കാച്ചിയതാണ്. അങ്ങനെയാണ് എനർജി, പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുപോലെ ലൈഫ് എനർജി പേര് കൊടുത്തിട്ട് വെച്ചൂടെ. ഞാൻ പറഞ്ഞ എനർജി എന്നുള്ള വാക്ക് ഫിസിക്സിൽ നിന്ന് എടുത്തതാ, അല്ലാതെ ഫിലോസഫി ആയിട്ട് അതിനോ ഈ ചിന്താ പദ്ധതിയായിട്ട് ഒരു ബന്ധവും അതിനില്ല. ഇന്ന് ആളുകൾ ഇതുപോലുള്ള പറയും വൈബ്രേഷൻ, വൈബ് എന്നൊക്കെയുള്ള വാക്കൊക്കെ ഫിസിക്സിന്റെ വാക്കുകളാണ്. ഈ വാക്കുകൾ മുഴുവൻ എടുത്തിട്ട് ഈ പഴയകാല സങ്കല്പനങ്ങൾ, കൺസെപ്റ്റുകളെ വീണ്ടും നാട്ടുകാരുടെ ഇടയിൽ മിണ്ടാനായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു അർത്ഥം അതിനൊന്നുമില്ല. അതത്രയും നമ്മൾ അറിയണം. നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിനെ അതിനെ ആ പ്രവർത്തന ഭാഗം മാത്രം മാറ്റി തന്നെത്താൻ യാത്ര ചെയ്യാൻ പറ്റുന്ന നിലവാരത്തിൽ ചെയ്യാം എന്ന് വിചാരിക്കുന്നത് അതിനെപ്പറ്റി അറിഞ്ഞോളാത്തവർ മാത്രം പറയുന്നത്, അല്ലാതെ നമ്മുടെ ശരീരത്തിനകത്തുനിന്ന് ഒരു ജീവൻ ഉണ്ടാകുകയോ പോവുകയോ ചെയ്യുന്നില്ല. ഇപ്പൊ ഭഗവത്ഗീതയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഉടുപ്പ് മാറുന്നത് പോലെയാണ് ശരീരം ആത്മാവ് മാറുന്നതെന്നാണ്. ഈ ശരീരത്തിനകത്ത് ഒരു ആത്മാവ് ഒളിച്ചിരിപ്പുണ്ടെന്നാണ് അന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ വിദ്വാന്റെ വിചാരം. അതിങ്ങനെ വന്ന് ഈ ശരീരം എടുത്ത് കുറെ നാൾ ജീവിച്ച് അത് കഴിഞ്ഞ് കളഞ്ഞ് എന്നിട്ട് വേറെ ശരീരം എടുത്ത്, എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം ഇവിടുന്ന് ഇറങ്ങിപ്പോയി വേറെടുത്ത് താടിക്കും കൈയും കൊടുത്ത് ഇരിക്കുക എന്നാണ് ഈ പറയുന്നത്. എന്ന് പറഞ്ഞാൽ കാറെന്ന് പറയുന്നതിന്റെ ഓട്ടവും കാറും ഈ ആ ഇരിക്കുന്ന വസ്തുവിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് അവിടെ മാറി ഇരിക്കും എന്ന് പറയുന്നത് പോലെയാണ് ഈ പറയുന്നത്. ഇത് ലോകത്തിനെ പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ട് ആൾക്കാർ പറഞ്ഞതാണ്. അപ്പൊ ഈ ഇത്രയും കാലം എത്രയോ കോടി ആൾക്കാര് ഈ പുനർജന്മം എന്നൊക്കെ വിശ്വസിച്ച് നടന്നതല്ല. അപ്പം ഒരു വലിയ അതിനാണ് വിവരക്കേടെന്ന് നമ്മൾ പറയുന്നത്. അല്ല, അപ്പൊ ഇതൊക്കെ പഠിപ്പിച്ച ആൾക്കാർ എന്ത് പറയണം? വിവരം കെട്ടവരുന്നു. താങ്കൾ ഈ ആത്മീയതയിൽ പോകുമ്പോൾ അവിടെ ഇത് പഠിക്കാൻ വന്ന പലരും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടല്ലേ? വിവരക്കേടോടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പഴയ കാലത്ത് മനുഷ്യർ സങ്കല്പിച്ചിരിക്കുന്ന സാധനം വെച്ച് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഇത് ഈ ലോകത്തിനെ പറ്റി നമ്മൾ എല്ലാ ദിവസവും റിസർച്ച് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. ക്രൈമല്ല, അവർക്ക് വിവരമില്ലെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അല്ല, കാര്യം ഈ സാധാരണ ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല. പക്ഷേ ആത്മീയതയുടെ വേഷവുമായി ചെന്നിട്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാവം പിടിച്ച ജനങ്ങൾ പെട്ടെന്ന് വിശ്വസിക്കും. അല്ല, അങ്ങനെയാണ്. ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഇന്ന് തുടങ്ങിയതല്ല. ഒരു 10,000 വർഷമായിട്ടെങ്കിലും മനുഷ്യർ പറ്റിക്കുന്നുണ്ട്. അതൊന്നും ആരുടെയെങ്കിലും പ്രത്യേകിച്ച് കുറ്റമായിട്ടല്ല. നമ്മൾ മീനെ പിടിക്കാൻ പോകുമ്പോൾ ചൂണ്ടയിട്ട് പിടിക്കണോ, വല വീശി പിടിക്കണോ, അതോ ഇറങ്ങി തപ്പി പിടിക്കണോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നത് മീനെ പിടിച്ച് തിന്നാനായിട്ട് മീൻ അവിടെ നിന്ന് തരികയാണോ ചെയ്യുന്നത്? നമ്മൾ പിടിക്കുകയല്ലേ ചെയ്യുന്നത്? ഇതുപോലെ പല തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ലോകത്തുള്ള മറ്റു മനുഷ്യരെ കീഴടക്കി ഭരിക്കണമെന്ന് ആലോചിക്കുന്ന ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് അതെല്ലാം. അപ്പൊ ഈ ആത്മീയത പറഞ്ഞു നടക്കുന്ന ഇവർക്കെല്ലാം അറിയോ താൻ ചെയ്യുന്നത് മണ്ടത്തരമാണോ? അറിഞ്ഞുകൂടാത്തവരാണ്. അതോ അറിയാതെ ഈ മണ്ടത്തരം വീണ്ടും ഹാൻഡ് ഓവർ ചെയ്തോണ്ടിരിക്കുകയാണ്. അത് നമ്മള് ഒരു ജീവൻ എന്ന് ഞാൻ ഒരു ജീവിയുടെ ശീലമാണ് നേരത്തെ ചെയ്തിരിക്കുന്നത് ആവർത്തിക്കുക എന്ന് പറയുന്നത്.
അതിനകത്ത് വ്യത്യസ്തമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കുന്നവരാണ് പുതിയ പുതിയ രീതിയിൽ കണ്ടുപിടിക്കുക. ബാക്കിയുള്ളവർ മുഴുവൻ ആവർത്തിക്കത്തേ ഉള്ളൂ. അപ്പൊ ആവർത്തിക്കുന്ന വശത്തുള്ള ആളുകളാണ് ഇത് അതിനെയാണ് അതുകൊണ്ട് ആചാരം എന്ന് പറയുന്നത്, ആചരിച്ചുകൊണ്ടിരിക്കും. അല്ല, അവിടെ എനിക്ക് ഞാൻ പലപ്പോഴും ഇങ്ങനെ സംശയിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ആത്മീയത ഒരു വഴിക്ക് പോകുന്നു, ശാസ്ത്രം വേറൊരു വഴിക്ക് പോകുന്നു. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ളത് ജൂതന്മാരാണ്. പക്ഷെ ഈ ജൂതന്മാർ ഭയങ്കര അന്ധവിശ്വാസികളും അല്ലേ? രണ്ടുകൂടെ ജൂതന്മാരല്ല, നിങ്ങൾ മലയാളിയായിട്ട് ജനിച്ചിരിക്കുന്ന ആളാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ല. നമ്മൾ രണ്ടുപേരും മലയാളമല്ലേ സംസാരിക്കുന്നത്? മലയാളികളായിരിക്കുന്നവരുടെ റെപ്രസെന്റേറ്റീവ്സ് ആണോ നമ്മൾ രണ്ടുപേരും? മലയാളം ആയിപ്പോയി. അല്ല, ഇങ്ങനെ മനസ്സിലാക്ക്, നമ്മൾ മലയാളിയാണ്. നമ്മൾ മലയാളിയാണെന്ന് പറയും. മലയാളികളെ മൊത്തം നമ്മൾ അപ്പൊ മൊത്തം റെപ്രസെന്റേറ്റ് ചെയ്യത്തില്ല. അതുപോലെ ജൂതന്മാരെ ആരും റെപ്രസെന്റേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ അത്രേ അറിയണം. അല്ലാതെ ശാസ്ത്രജ്ഞന്മാരായവരെല്ലാം ജൂതന്മാരാണെന്ന് പറയരുത്. എങ്ങനെയാന്ന് മനസ്സിലാക്കുന്നത്? ജൂതന്മാര് ഒരുപാട് ഒരു ജൂതന്മാർക്ക് പ്രത്യേകിച്ച് സവിശേഷമായി ഒന്നുമില്ല. മലയാളികളില്ല. എണ്ണം എടുത്തു കഴിഞ്ഞാൽ പെർസെന്റേജ് വെച്ചിട്ട് അവരുടെ പോപ്പുലേഷൻ പെർസെന്റേജും കണ്ടുപിടുത്തങ്ങളുടെ പെർസെന്റേജും ആക്കി കഴിഞ്ഞാൽ അവരുടെ ആ പെർസെന്റേജ് വളരെ കൂടുതലാണ്. അല്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാല് നിങ്ങള് ഈ ലോകത്തിലെ എത്ര പണക്കാരുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് പണക്കാരെന്ന് പറയുന്നത് അപ്പൊ നൊബേൽ സമ്മാനം കിട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ ജൂതന്മാരായത് അവർ ജൂതന്മാരായത് കൊണ്ടല്ലത്, ശാസ്ത്രം പഠിച്ച ശാസ്ത്രജ്ഞന്മാരായതുകൊണ്ടാ. അതാ പറഞ്ഞ അതിനുള്ള സാധ്യത ആർക്കാണ്? പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നൊബേൽ സമ്മാനത്തിനകത്ത് അവരുടെ പോപ്പുലേഷൻ അനുസരിച്ചിട്ടല്ലേ വരുന്നത്. ഇത് ആര് പറഞ്ഞത് ഈ പ്രൊപ്പോർഷണൽ ആണെന്ന്? അങ്ങനെ അല്ലേ ആവേണ്ടത്. അങ്ങനെ അത് നിങ്ങളുടെ ആഗ്രഹമാണത്. അത് മലയാള ഭാഷ എല്ലായിടും ഭൂമിയിൽ എല്ലായിടും എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിക്കുന്ന ചോദ്യം പോലെ തന്നെ ചോദ്യമാ. അങ്ങനെ അല്ലെന്ന് അറിഞ്ഞാൽ മതി. അല്ല, എന്നാലും ഒരു വളരെ ഭീകരമായ രീതിയിലൊന്നും അല്ല. നിങ്ങള് ജൂതന്മാർ ഇത്രയധികം അതിനകത്ത് വരാൻ കാര്യം എന്താ? നിങ്ങൾ വളരെ എന്നാൽ ഈ നമ്മൾ പറഞ്ഞോണ്ടിരുന്ന വിഷയത്തിനൊന്നും ഒരു ബന്ധമില്ലാത്തൊരു വിഷയം ഇപ്പൊ മിണ്ടുന്നേ. ആ മിണ്ടുമ്പോഴും ഞാൻ പറഞ്ഞ ഈ ശാസ്ത്രജ്ഞന്മാരുമായിട്ട് ഒരു ബന്ധവും ജൂതന്മാർക്കില്ല. ലോകത്തെ അതിന് ചുറ്റുപാടിനെ അവർക്ക് അനുകൂലമാക്കാൻ കഴിവുള്ളവരെല്ലാം ശാസ്ത്രജ്ഞരാണ്. നെല്ല് ഏറ്റവും വലിയ അരിമണി ഏതാണെന്ന് കണ്ടെത്തി വിതയ്ക്കുന്നവനും ശാസ്ത്രജ്ഞനാണ്. ഒരു ഇരുമ്പ് കഷ്ണം എടുത്ത് രാഗി ഒരു പിച്ചാത്തി ഉണ്ടാക്കുന്നവൻ ശാസ്ത്രജ്ഞനാണ്. വീല് കണ്ടുപിടിച്ചത് ശാസ്ത്രജ്ഞനാണ്. ശാസ്ത്രജ്ഞന്മാരായവരുണ്ടാക്കിയ ലോകത്താണ് ഇയാൾ ഈ പറയുന്ന മുഴുവൻ പേരും നിൽക്കുന്നത്. ഉടുപ്പ് കണ്ടുപിടിച്ചവരെ ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. പിച്ചാത്തി കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് ആരാന്ന് അറിഞ്ഞൂടാ. വീല് കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് ആരാന്ന് അറിഞ്ഞൂടാ. കൃഷിയെ കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് ആരാന്ന് അറിഞ്ഞൂടാ. ഇവരാരും ജൂതന്മാരാണെന്ന് പറയാതെ ഇതൊക്കെ നിങ്ങൾ ഈ എവിടെയോ ഒരു സ്ഥലത്തു നിന്ന് ഇങ്ങോട്ട് ഉണ്ടാക്കുന്ന കഥ എടുത്തിട്ടാണ് ഈ പറയുന്നത്. അങ്ങനൊന്നും അല്ല വിഷയം മനസ്സിലാക്കേണ്ടത്. ഞാൻ നൊബേൽ സമ്മാനത്തിന്റെ അതുകൊണ്ടാണ് നൊബേൽ സമ്മാനം എന്ന് പറയുന്നത് 100-150 കൊല്ലത്തിനകത്തുള്ള കഥയല്ലേ ഉള്ളു. അതിനകത്ത് തോക്ക് കണ്ടുപിടിച്ചവര് ലോകം ഭരിച്ചു എന്ന് നമ്മൾ പറയുന്ന പോലുള്ള ഒരു വാക്ക് മാത്രമാണത്. ബാക്കിയുള്ളവർക്ക് തോക്ക് വരുമ്പോ ആദ്യം കണ്ടുപിടിച്ചവന്റെ അത് കഥ കഴിയും. അത്രയുള്ള ജൂതന്മാരെ ലോകത്തുള്ളു, അല്ലാതെ ഇല്ല. നമ്മൾ ഈ പറയുന്നൊക്കെ ചിലയിടത്തു നിന്ന് നേരത്തെ പറഞ്ഞല്ലോ ഒരു തുടക്കം വെച്ച് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയിട്ട് ഇതെല്ലാം അവരാണ്. ഇപ്പൊ യൂറോപ്യൻസ് എന്നായിരുന്നല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, വെള്ളക്കാരെന്നായിരുന്നു പറഞ്ഞിരുന്നത്, വെള്ളക്കാരായിരുന്നു മിടുക്കന്മാരെന്ന് പറഞ്ഞിരുന്നത്. ഇങ്ങനെല്ലാം നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വെള്ളക്കാരുടെ ഇടയിൽ ഒത്തിരി പേരുണ്ടെന്ന് കണ്ടുപിടിച്ചതിനകത്തോടാണ് ഈ ജൂതന്മാരെ കണ്ടുപിടിച്ചത്. വേറെ ഒന്നുമില്ല അതിനകത്ത് അർത്ഥം. നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യം ഒരുങ്ങി നിൽക്കുന്ന പ്രദേശത്താണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ ആ ജനിക്കുന്നതിനനുസൃതമായി നിങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും ആകത്തില്ല. മലയാള ഭാഷ ജൂതനാണ് കണ്ടുപിടിച്ചത്, സംസ്കൃത ഭാഷ ജൂതനാണ്. ഇതൊന്നുമല്ല, ഇത് എന്തുമാത്രം കണ്ടുപിടുത്തങ്ങൾ ലോകത്തുണ്ട്. അതിനകത്തുനിന്ന് ഈ നോബൽ പ്രൈസ് എന്ന് പറഞ്ഞ കുറച്ച് സാധനം എടുത്തു വെച്ചിട്ട് ഇപ്പൊ ബാങ്ക് ആരംഭിച്ചത് അവന്മാരാണെന്ന് പറഞ്ഞിട്ടൊക്കെ പറയുന്ന പോലുള്ള ചില പറച്ചിലുകൾ മാത്രമാണ് അത്. അല്ലാതെ ജൂതന്മാർക്കോ ലോകത്താർക്കോ അങ്ങനത്തെ സവിശേഷതയില്ല. ഒരേ മനുഷ്യര് തന്നെയാണ്, പലയിടത്ത് വളരുന്നു എന്നുള്ളതല്ലാതെ ജൂതന്മാരും മലയാളികളും തമിഴരും ക്രിസ്ത്യാനികളും ഒന്നുമായിട്ട് ലോകത്തിലില്ല. നമ്മൾ ഇടുന്ന പേരുകളാ നേരത്തെ, അല്ലാതെ ഇല്ല. അങ്ങനത്തെ ഇല്ല, മനുഷ്യർ മാത്രമേ ഉള്ളൂ. അതിനകത്ത് സവിശേഷമായ മനുഷ്യരുണ്ടായിട്ടേ ഇല്ല. വ്യത്യാസങ്ങളാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ
തണുപ്പുള്ള സ്ഥലത്ത് ജീവിക്കുകയാണെങ്കിൽ തണുപ്പിനെ തടയാനായിട്ട് ആവശ്യമായ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നവരായി മാറും. അപ്പൊ നമ്മൾ ഷൂസ് അവർ കണ്ടുപിടിക്കും, നമ്മൾ കണ്ടുപിടിക്കത്തില്ല. എന്തുകൊണ്ടാ? നമ്മൾ ഭൂമധ്യ രേഖയിലെ ചൂടുള്ളിടത്താണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കാല് മുഴുവനും കൂടെ മറയ്ക്കേണ്ട ഒരു ആവശ്യം നമ്മുടെ മുന്നേ വരുത്തേയില്ല. കാലിൽ മുള്ളു കൊള്ളാതിരിക്കാനും കല്ല് കയറാതിരിക്കാനും താഴെയുള്ള സാധനം നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ. ഇങ്ങനെയാണ് ഈ കണ്ടുപിടുത്തങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കുക. അല്ല അതാ പറഞ്ഞു ഇപ്പം അപ്പം എന്തുകൊണ്ടാണ് കമ്പിളി രോമമുള്ള ഉടുപ്പ് നമ്മൾ കണ്ടുപിടിക്കാത്തതെന്ന് ചോദിച്ചാൽ നമുക്കതിന് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. എവിടെയാണ് നമ്മളെന്ന് പറയുന്നത് മാറി നിൽക്കുന്ന മനുഷ്യരാണ്, ഇതല്ല. അതാദ്യം അറിയണം. ഓരോ പ്രദേശത്ത് ഏത് തരത്തിലെ പ്രശ്നങ്ങളിലാണ് നിങ്ങൾ ചെന്ന് മുട്ടുന്നത്, നിങ്ങളുടെ മുന്നിലെ പ്രശ്നത്തിനുള്ള പരിഹാരം നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അർത്ഥമേ ഉള്ളൂ. അല്ല വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്, തോടും കുളവും എന്താണ് നദിയും ഈ കടലും ഉള്ളിടത്താണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ വള്ളം കണ്ടുപിടിക്കും. എന്നിട്ട് വെള്ളത്തിനകത്ത് പോകാനായിട്ട് വള്ളം കണ്ടുപിടിക്കും. മലയുടെ മണ്ടേ താമസിക്കുന്നവർ വള്ളം കണ്ടുപിടിക്കത്തില്ല. അത് അവരുടെ കഴിവില്ലായ്മ കൊണ്ടല്ല. അവരവിടെ കണ്ടുപിടിക്കുന്ന മരത്തെ കയറുന്ന മെഷീനെ കണ്ടുപിടിക്കുള്ളൂ. ഇങ്ങനെയാ അത് മനസ്സിലാക്കേണ്ടത്. ഒരേ മനുഷ്യരാണ്. അല്ല ലോകത്ത് ഇങ്ങനെ വ്യത്യസ്തമായ ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒന്നുമില്ല. മനുഷ്യർ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പലതരത്തിൽ ജീവിക്കുന്നവരായിട്ട് മാറും. ആ ജീവിക്കുന്നതിന്റെ വ്യത്യാസങ്ങളാണ് അവരിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത്. അപ്പം പലതരത്തിലുള്ള നമുക്ക് പിൽക്കാലത്ത് അത്ഭുതകരമായ ഒരു കണ്ടുപിടുത്തം ഒരു കൂട്ടർ ചെയ്തു എന്ന് പറയുന്നത് അത് ആവശ്യമായി, നെസസിറ്റി എന്നിങ്ങനെ പറയും. പണ്ടേ ഇംഗ്ലീഷുകാരുടെ ഒരു വരിയാണ് നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. നമ്മളെ നെസസിറ്റേറ്റ് ചെയ്യുന്നതേ നമ്മൾ കണ്ടുപിടിക്കുള്ളൂ. വളരെ സൗകര്യമുള്ള ഇപ്പൊ കേരളം പോലെ, നമ്മൾ കേരളത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ കേരളം പോലെ ഒരു 20 ഡിഗ്രി സെന്റിഗ്രേഡ് തൊട്ട് ഒരു 35 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയുള്ള ഒരു സമൂഹത്തെ, ഒരു പ്രദേശത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് കമ്പിളി കുപ്പായം ഉണ്ടാക്കേണ്ട ആവശ്യം വരുത്തേയില്ല. മുണ്ട് കണ്ടുപിടിച്ചാൽ കഴിഞ്ഞ് നമ്മുടെ ജീവിതം. നമുക്കൊരു മുണ്ടുണ്ടെങ്കിൽ എപ്പോൾ വേണേലും പുതച്ച് കിടക്കാൻ പറ്റും, എപ്പോൾ വേണേലും അഴിച്ച് ഉടുക്കാൻ പറ്റും, കുളിക്കാൻ പറ്റും. എല്ലാത്തിനും ആ ഒരു മുണ്ട് മതി. അതേ സമയത്ത് ഐസ് വീഴുന്നിടത്താണെങ്കിൽ അങ്ങനെ അല്ല. ആ മുണ്ട് കൊണ്ട് ജീവിക്കാൻ ആകത്തില്ല, മരിച്ചു പോകും. അപ്പോഴാണ് നമ്മൾ പലതരത്തിലെ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഇതുപോലെ അത് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അവരുടെ സവിശേഷമായ എന്തോ സംഭവിച്ചത് കൊണ്ടല്ല അവരാരെങ്കിലും അങ്ങനെ ആകുന്നത്. ഇത് അറിവുകള് അവരവരുടെ ചുറ്റുപാടിനെ അനുകൂലമാക്കാനുള്ള അറിവേ ഓരോ വിഭാഗത്തിനും ഉണ്ടാവൂ. ഇന്ന് ഒരു വിഭാഗവും വേറൊരു വിഭാഗവും പരസ്പരം കാണുകയും അറിയുകയും ചെയ്യുന്ന കാരണം കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ ഇന്ന സാധനമുണ്ട്, നിങ്ങളുടെ കയ്യിൽ അതുണ്ട്, അത് എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറയുന്നതാണ് അത് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ തക്കാളിക്ക ഉണ്ടാക്കുന്നവൻ വഴുതനങ്ങ മറ്റവന് കൊടുത്തിട്ട് മേടിക്കും. അപ്പോൾ വഴുതനങ്ങ നമുക്ക് കിട്ടും, മറ്റവന് തക്കാളിക്കൊക്കെ കിട്ടും. ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തിരുന്ന സ്ഥലങ്ങളിനകത്ത്, ഓരോ വ്യത്യസ്തമായ പ്രദേശങ്ങളിനകത്ത് നമുക്ക് ഭൂമധ്യ രേഖയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടംപോലെ കണ്ടുപിടുത്തങ്ങൾ അവരുടേതായ രീതിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. തണുപ്പുള്ള സ്ഥലത്ത് ജീവിക്കുന്നവർ അവരുടേതായ രീതിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. മലകളുടെ മുകളിൽ ജീവിക്കുന്നവർ അവരുടേതായ രീതി കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെള്ളത്തിനകത്ത് ജീവിക്കുന്നവർ അവരുടേതായ രീതിയിൽ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് തമ്മിൽ ചേർന്നപ്പോൾ ചിലത് കൂടുതൽ പ്രയോജനകരമാണെന്ന് കാണുന്നത് വഴിയാണ് അതിനകത്ത് അവർക്ക് എന്തോ അവർ വലിയ മെച്ചപ്പെട്ടവരാണെന്ന് തെറ്റിദ്ധരിച്ചത്. അത്രേ ഉള്ളൂ. അല്ല, ഈ സമയത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ലോകത്ത്, അതായത് സമയം ധനത്തിന് ഇക്വലന്റ് ആണ്. അവിടെ താങ്കളെ പോലെ സ്വയം തിരിച്ചറിവ് നേടിയ ഒരു വ്യക്തി ഒരു 10 വർഷം ആത്മീയതയിലേക്ക് ഈ വേദാന്തത്തിന് വേണ്ടി ചെലവഴിച്ചത്. അപ്പം താങ്കൾക്ക് ആ തിരിച്ചറിവ് സ്വന്തം ജീവിതത്തിൽ അന്നുണ്ടെങ്കിൽ ഈ 10 വർഷം കാത്തിരിക്കില്ല, അതിന് മുമ്പേ മാറില്ലേ. 10 വർഷം എന്ന് വെച്ചാൽ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ് താങ്കൾ വേദാന്തത്തിന് വേണ്ടി ചെലവഴിച്ചത്. അത് ഒരു നഷ്ടമായി തോന്നുന്നുണ്ടോ? അപ്പൊ എന്തുകൊണ്ടാണ് ഈ പിന്നീട് അവിടുന്ന് പടിയിറങ്ങുമ്പോൾ ഈ ആ 10 വർഷം നഷ്ടപ്പെട്ടതാണോ? എന്താണ് അവിടുന്ന് നേടിയത്? എന്താണ് തിരിച്ചറിവ് ഉണ്ടായത്? അത് ഞാൻ മലയാള ഭാഷ സംസാരിക്കാനായിട്ട് പോകുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കാതിരുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് സംസ്കൃതം സംസാരിക്കാതിരുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഫ്രഞ്ച് സംസാരിക്കാതിരുന്നത്? പടി ഇറങ്ങിയത് എന്തുകൊണ്ടാണ്? അതിനേക്കാളും മെച്ചപ്പെട്ട സാധനം ഉണ്ടെന്ന് കാണുന്നുണ്ട്. അത്ര ലളിതമല്ലേ? നിങ്ങൾ നിങ്ങളുടെ കാർ എത്ര തവണ മാറ്റിയിട്ടുണ്ട്? ആദ്യത്തെ കാറ് ഞാൻ 5 ലക്ഷം രൂപ അത് ഞാൻ പട്ടിണി കിടന്ന് ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് സൂക്ഷിക്കുവോ? ഒന്നുമില്ല. ആക്രിക്ക് വിൽക്കത്തില്ലേ? വിറ്റിട്ട് കാർ ഉപയോഗിക്കും തോറും അത് പഴയ എന്താണ് അതിന്റെ ഗുണം കുറഞ്ഞു വരും, പക്ഷെ അറിവ് കൂടി കൂടിയല്ലേ വരുന്നത്. അറിവല്ല,
അത് അറിവല്ല എന്നുള്ള അറിവ് തന്നെയാണ് എനിക്കുണ്ടായത്. അപ്പം അതാണ് മനസ്സിലാക്കേണ്ടത്. പണ്ട് കാലത്ത് ലോകത്തിനെ പറ്റി അത്ര വിവരമില്ലാതിരുന്ന മനുഷ്യര് വലിയ സംഭവമാണ് എന്ന് വിചാരിച്ച് പഠിപ്പിച്ചതാണ്. അത് നമ്മൾ ഏത് രാജ്യത്ത് ജീവിക്കുന്നു, ഇപ്പം എന്താണ് ആർട്ടിക്കിൽ താമസിക്കുന്ന എസ്ക്യുമോ വേദാന്തം പഠിക്കാൻ പോവോ? അപ്പം വേദാന്ത പഠനം കംപ്ലീറ്റ് അല്ലല്ല, ഞാനാ പറഞ്ഞതൊന്നും ഞാനാ ചോദിച്ചത് അങ്ങ് വിട്ടുകളയാതെ. അവൻ പഠിക്കാൻ പോവോ? പോകത്തില്ല. നമ്മളെ പോലെ ഈ കേരളത്തിലോ ഇന്ത്യയിലോ ജനിക്കുന്നത് വഴിയാണ് ഒരു പ്രയോജനമില്ലാത്ത ആ സാധനങ്ങൾ പഠിക്കേണ്ടി വരുന്നത്. ആ സാധനങ്ങൾ പഠിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? ഇത് വലിയ സംഭവമാണെന്ന് എന്റെ അപ്പൂപ്പൻ തന്നതാണെന്ന് പറഞ്ഞിട്ട് കയ്യിൽ വെച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ വിന്റേജ് കാറ് ഓടിക്കാൻ പറ്റാതിരിക്കുമ്പോഴും പെരക്കകത്ത് വെക്കത്തില്ല, സ്ഥലം കളഞ്ഞിട്ട് അവിടെ വെക്കേണ്ടി വരും. നല്ലൊരു സന്യാസനാവണമെങ്കിൽ വേദാന്തം പഠിച്ചല്ലേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞാൽ സന്യാസി ആകുക എന്ന് പറയുന്നത് അത്ര വിവരമുള്ള ഒരു കാര്യമല്ല. അത് പണ്ട് കാലത്തെ അത്ര ബുദ്ധിയില്ലാത്ത മനുഷ്യർ ചെയ്യുന്ന ഇതൊക്കെ. ഇങ്ങനൊന്നും അല്ല ഈ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ വിഷയങ്ങൾ അറിഞ്ഞുകൂടാത്ത കാലത്ത് നമ്മൾ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്നത്. ബുദ്ധനൊക്കെ എങ്ങനെയായിരുന്നു? അല്ല, 100 കോടിയിലേറെ ആൾക്കാര് തൊഴുതു നിൽക്കുന്ന, അത് 100 കോടി അല്ല 200 കോടി ആയാലും മലയാള മനോരമ പത്രത്തിന്റെ ഒറ്റ കോപ്പി തന്നെയാണ് 10 ലക്ഷം കോപ്പി. വിവരക്കേട് എത്ര നമ്പർ കൂടിയാലും ഒരർത്ഥമേ ഉള്ളൂ, വിവരക്കേടെന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ തിരിതിരിക്കണ്ട. അല്ലാതെ മലയാള മനോരമയുടെ തെളിവായിട്ട് ഞാൻ കോടതിയിൽ ഒരു പ്രതി കാണിച്ച് എന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ 10 ലക്ഷം തെളിവ് തരാം എന്ന് പറഞ്ഞ് 10 ലക്ഷം കോപ്പി കൊണ്ടുപോയി കൊടുത്താൽ കോടതി എടുക്കത്തില്ല. എന്റെ ഒരെണ്ണത്തിനകത്ത് വിവരക്കേട് മറ്റേതിനകത്തുള്ളത് അവനറിയാം. അല്ലാതെ 5 കോടി അയ്യപ്പ ഭക്തന്മാര് പോയാല് വിവരക്കേട് കൂടുമെന്നുള്ളത് അത് അവിടെ ഒരു വിവരം പുതുതായിട്ടുണ്ടാകത്തില്ല. അപ്പൊ ഈ മാത്തമാറ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ABCD എന്ന് എടുക്കുക. ഓരോ മതവും എല്ലാ മതങ്ങളും എടുത്തു കഴിഞ്ഞാൽ A is equal to B, B is equal to C and C is equal to D, and if A is equal to D, then and if A is 0, all are 0. ഇതിനകത്ത് ഇപ്പൊ എല്ലാ മതങ്ങളെ ABC ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാണ് ഇപ്പൊ നിങ്ങൾ വേണ്ട കണക്കിൽ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അത്രയും മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ ഞാന് ഭഗവത്ഗീത പഠിക്കണോ, ബൈബിള് പഠിക്കണോ, ഖുർആൻ പഠിക്കണോ, പഠിക്കേണ്ട ആവശ്യം എനിക്കില്ല. ആ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരെണ്ണം പഠിച്ചപ്പോ തന്നെ മനസ്സിലായി അതിന് സമാനമായ വിവരക്കേടാണെന്നുള്ളത്. ഞാൻ അനന്ത സാധ്യതകളാണ് വിവരക്കേടിന്. പക്ഷെ അറിവിന് ഒരു ഒറ്റ സാധ്യതയായിട്ട് മാറും. അറിവില്ലായ്മയ്ക്ക് ഇഷ്ടംപോലെ സാധ്യതയാണ്, ഇഷ്ടംപോലെ തരത്തിൽ പറയാൻ പറ്റും. പക്ഷേ ലോകത്തിൽ 90% ആൾക്കാരും മതവിശ്വാസികളാണ്. അതുകൊണ്ട് എന്താ വ്യത്യാസം? അതുകൊണ്ട് നമ്പർ കൂടിയാലേ ഞാൻ പേടിക്കണോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, മനോരമയുടെ അവരുടെ വികാരങ്ങളിലാണ് താങ്കൾ തൊട്ട് വിളിക്കുന്നത്. ഒരു പേടിയേ എനിക്കില്ല. ആൾക്കാർക്ക് എത്ര വികാരങ്ങൾ ഉണ്ടായാലും ശരി, ലോകത്തിനെ പറ്റിയുള്ള അറിവില്ലായ്മ എത്ര ടൺ കണക്കിനുണ്ടെന്ന് പറഞ്ഞാലും ശരി, വിവരക്കേട് മാത്രമായിട്ടേ അത് ഇരിക്കൂന്നാ ഞാൻ ഈ പറയുന്നേ. ബൈബിളോ ഖുറാന് ഭഗവത്ഗീത അല്ലെങ്കിൽ വേദങ്ങള് ലോകത്ത് അറിയാവുന്ന, നിങ്ങൾക്ക് അറിയാവുന്ന ഏത് വേദം എടുത്തിട്ട് ഒരു മൊട്ടുസൂചി ഉണ്ടാക്കാനുള്ള അറിവ് അതിനകത്തൊന്നും ഉണ്ടാകത്തില്ല. ഈ ക്യാമറ ഉണ്ടാക്കാനുള്ള അറിവ് അതിനകത്ത് ഉണ്ടാകത്തില്ല. ഈ ലൈറ്റ് ഉണ്ടാക്കാനുള്ള അറിവ് ഉണ്ടാകത്തില്ല. ഈ പെര ഉണ്ടാക്കാനുള്ള അറിവ് ഉണ്ടാകത്തില്ല. ഇന്ന് നമ്മൾ രണ്ടുപേരും കൂടെ ഇപ്പൊ ദുബായിലായിരിക്കുന്നത്. ഈ ഉഷ്ണം പിടിച്ച സ്ഥലത്ത് നല്ല കുളിർമയോടിരിക്കുന്നതിനുള്ള അറിവ് അതിനകത്തൊന്നും ഒന്നിനകത്തൊന്നും ഉത്പാദിപ്പിക്കത്തില്ല. ഇത് ഇത്ര എണ്ണം ഇല്ലായിരുന്നെന്ന് വെച്ചോ, ഈ മഹത് ഗ്രന്ഥങ്ങൾ ഇല്ലായിരുന്നു, ഒന്നും സംഭവിക്കത്തില്ല. നമ്മൾ ഇതുപോലെ തന്നെ ഇരിക്കുന്നതിന്. എന്തുകൊണ്ടാ? ലോകത്തിനെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള അറിവ് അതിനകത്തില്ല. ലോകത്തിനെ പറ്റിയുള്ള അഭ്യൂഹങ്ങൾ പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അതിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിരിക്കുന്നത്. അല്ല, യുദ്ധങ്ങൾ വരെ ഉണ്ടായിരിക്കുന്നത് അതിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അല്ല, യുദ്ധങ്ങളൊന്നും ഉണ്ടാകുന്നത് അതുകൊണ്ടൊന്നുമല്ല. ഒരു കോൺഫ്ലിക്റ്റ് ഇപ്പൊ തന്നെ ലോകത്ത് നടക്കുന്ന പല കോൺഫ്ലിക്റ്റുകളും, ഒരു കോൺഫ്ലിക്റ്റും അങ്ങനെ അല്ല ഇവര് തമ്മിലുള്ള. നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്, ലോകത്ത് ഇഷ്ടം പോലെ വേറെ ഉറുമ്പുകളുമായിട്ട് യുദ്ധം ചെയ്യും. ഒരു വശത്തുള്ള പട്ടികൾ വേറെ പട്ടികളുമായിട്ട് യുദ്ധം ചെയ്യും. അതിനൊന്നും നിങ്ങൾ ഈ പറയുന്ന ഒരു വേദവോ ഒരു മതവോ കാരണമല്ല. ജീവിക്കാനുള്ള റിസോഴ്സസിന് വേണ്ടിയാണ് ആളുകൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത്. ഒരുത്തന്റെ റിസോഴ്സസ് എനിക്ക് അടിച്ചു മാറ്റണമെന്ന് വിചാരിക്കുന്നതിന് അതിന് ന്യായം പറയാൻ വേണ്ടി ഇതെല്ലാം പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ ജാതി കൊണ്ടല്ല യുദ്ധം ചെയ്യുന്നത്, മതം കൊണ്ടല്ല യുദ്ധം ചെയ്യുന്നത്, വിവരക്കേടുകളുടെ തന്നെ ഒന്നും കൊണ്ടല്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനം എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്ങനെയാണ് പണ്ട് ചെന്നായുടെ കഥ ഒടിവിക്കത്തില്ലേ, ആട് താഴെ നിന്നാണ് വെള്ളം കലക്കിയെന്ന് പറയുന്ന ന്യായം പോലത്തെ ന്യായം പറയാനായിട്ട് അത് ഉപയോഗിക്കാം എന്നുള്ളതല്ല. അതുകൊണ്ടല്ല. ആടിനെ തിന്നേണ്ട ആവശ്യം ചെന്നായിക്ക് ആദ്യമേ ഉണ്ട്. നിങ്ങൾ അന്യരാണെന്ന് പറയുന്നതിന് വേണ്ടി പറയുന്ന വരികൾ എന്നുള്ളതല്ലാതെ
നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടുന്നത് ജീവിക്കാനുള്ള അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് ഇവിടെ മതങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. എല്ലാവരും വളരെ മനുഷ്യർ തമ്മിലാണ് സമാധാനത്തോട് തമ്മിലാണ് മനുഷ്യർക്ക് താൻ അന്യനാണ് എന്ന് എനിക്ക് പറഞ്ഞ് തനിക്ക് രണ്ടടി തരാനായിട്ട് വേണ്ടി അന്യനാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാൻ കൊള്ളാം, വേറെ ഒന്നിനുമല്ല. അല്ലാതെ മതങ്ങൾ തമ്മിലൊന്നും അല്ല ഈ അടിക്കുന്നേ. മതവിശ്വാസത്തിന്റെ പുറത്തല്ലേ? അല്ല, അതങ്ങനെ ഒരു വിശ്വാസം മറ്റൊരു വിശ്വാസത്തെ അംഗീകരിക്കാത്തതുകൊണ്ടല്ലേ? ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടല്ലെന്ന്. അന്യനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട? ഒരു മതവിശ്വാസികൾ തമ്മിൽ അടിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയും? നിങ്ങളുടെ ഇയാളുടെ ഭാര്യയും തമ്മിൽ കേസിന് ഡൈവേഴ്സിന് കേസിന് പോകുമ്പോൾ ഏത് മതവിശ്വാസം ഏത് ജാതിയാണത്? പരസ്പര വിശ്വാസത്തിന്റെ പ്രശ്നം വരുന്നത്. ഇയാളുടെ സഹോദരനുമായിട്ട് വീട്ടിലെ സ്വത്തിന് വേണ്ടി അടിയിടുന്ന സമയത്ത് ഏത് മതവിശ്വാസം, ഏത് ജാതി, ഏത് ക്ലാസ്, ഏത് വർഗം? ഇതൊന്നുമല്ല. അപ്പൊ ഈ നമ്മൾ പറയുന്നത് വളരെ എളുപ്പതൊക്കെ പറയുക ചെയ്യുന്നത്, ജാതി കൊണ്ട് മതം കൊണ്ട്. അതെനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര accept ബുദ്ധിമുട്ടാണ്. ചെയ്യണ്ട. കാര്യം മതങ്ങൾ തമ്മിൽ റിഫ്റ്റ് ഉണ്ട്, അവരുമായി അടിയുണ്ട്, മതങ്ങൾ ഇവിടെ തമ്മിലല്ല കുരുത്തം ഉണ്ടായിട്ടുണ്ട്. മതങ്ങൾ തമ്മിൽ ഒരു മതം എന്ന് പറയുന്നതിന് സ്വന്തമായ ഒരു എക്സിസ്റ്റൻസ് ഇല്ല. മനുഷ്യന്റെ വിവരക്കേട് മാത്രമേ ഉള്ളൂ. രണ്ട് വിവരക്കേടുകൾ തമ്മിൽ വഴക്കിടുന്നില്ല, രണ്ട് മനുഷ്യർ തമ്മിലാണ് വഴക്കിടുന്നത്. അതിന് താൻ വിവരം കെട്ടവനാണെന്ന് തെളിയിക്കാൻ വേണ്ടി, താൻ അന്യനാണെന്ന് വരുത്തുന്നതിന് വേണ്ടി പറയുന്ന വരികളാണ് നിങ്ങളുടെ മതവിശ്വാസം എനിക്ക് ഇഷ്ടമല്ലെന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഉദ്ദേശം അതിനൊന്നുമല്ല. ഉദ്ദേശം നിങ്ങളെ തോപ്പിച്ച് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതോ നിങ്ങളുടെ കുടുംബത്തിലിരിക്കുന്നതോ അടിച്ചു മാറ്റണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതാണ് അതല്ല. അല്ല, മതങ്ങൾ തമ്മിലല്ല അടിക്കുന്നേ. മുല്ലപ്പെരിയാർ വരുന്ന സമയത്ത് ഏത് മതപ്രകാരമാണ് മലയാളിയും തമിഴിനും ഉണ്ടാകുന്നത്? വെള്ളത്തിന് മേളിലാണ് അടിക്കുന്നത്, ഭൂമിക്ക് വേണ്ടിയാണ് അടിക്കുന്നത്, വസ്തുവകൾക്ക് വേണ്ടിയാണ് അടിക്കുന്നത്, ഭക്ഷണത്തിന് വേണ്ടിയാണ് അടിക്കുന്നത്. നമ്മള് തനിക്ക് എന്തുകൊണ്ട് എന്റെ പങ്ക് തരത്തില്ലെന്ന് പറയുന്നതിന് തന്നെ അന്യനാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇതെല്ലാം. അല്ല, മതങ്ങൾ ഒരാൾ മറ്റൊരാൾക്ക് വിഷം കൊടുത്ത് കൊന്നു കഴിഞ്ഞാൽ വിഷത്തിന് അതിനകത്ത് യാതൊരു കുറ്റവും ഇല്ല എന്ന് പറയുന്ന പോലെയല്ലേ? വിഷത്തിന് യാതൊരു റോളും ഇല്ല, കൊടുത്തവനും വാങ്ങിയവനും തമ്മിലുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മനുഷ്യർ തമ്മിൽ. അല്ലാതെ വിഷത്തിന് ഒന്നും ചെയ്തിട്ടില്ലത്. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. വിഷത്തിനെ തൂക്കിക്കൊല്ലാനായിട്ട് എപ്പോഴെങ്കിലും വിധിക്കാറുണ്ടോ? അങ്ങനെ നിങ്ങൾ പറയുന്നത് ശരിയാ? ഇതൊക്കെയാണ് നമ്മളിത് വിഷയം അറിയാതെ ആളുകൾ തമ്മിൽ ഇങ്ങനെ പണ്ട് തൊട്ട് ഇങ്ങനെ പറയും, ജാതി മതങ്ങൾ കൊണ്ടാണ് അടിയിടുന്നത്. എന്നിട്ട് ഇന്ത്യക്കാരൻ ഇങ്ങനെ പറയത്തില്ലേ, നമ്മൾ ജാതി മതങ്ങൾക്ക് അതീതമായി ഇന്ത്യക്കാരാകണം. ഇന്ത്യക്കാരനായ പാകിസ്ഥാൻകാരനായിട്ട് അടിക്കും, ചൈനക്കാരനായിട്ട് അടിക്കും. അതിന് ഈ പറയുന്ന മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടല്ല, അത് പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടാണ്, അതിരുകളുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് ഈ റിസോഴ്സ് എനിക്ക് വേണം എന്ന് തീരുമാനിക്കുന്നത് വഴിയാണ് അടിയിടുന്നത്. അതിനെ അന്യനാക്കാൻ വേണ്ടിയുള്ള വാക്കുകളാണ് ഈ പറയുന്നതല്ല. ഇയാളെ എനിക്ക് കണ്ടിട്ട് ഇഷ്ടമായില്ലെന്ന് വരെ പറയാൻ പറ്റും. നടന്ന് നിന്റെ മടപ്പ് കണ്ടപ്പോ, നിപ്പ് കണ്ടപ്പോ എനിക്ക് ദേഷ്യം വന്നെന്ന് പറയും. ഇങ്ങനെയാണ് നമ്മൾ അന്യനാക്കുന്നത്. അത് നമ്മുടെ നാട്ടുകാരനാണെങ്കിൽ നിപ്പാണ് ഇഷ്ടമില്ലാത്ത. അടിസ്ഥാനപരമായിട്ട് അപ്പോൾ താങ്കൾക്ക് മതമില്ല എന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, മതമില്ല. മതോപേക്ഷിച്ച വ്യക്തിയാണോ? മതം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഈ അതിരുകളെ സങ്കല്പിച്ചുണ്ടാക്കുന്ന അതിരുകളാണത്. നേരത്തെ ഞാൻ അതിനെയാണ് തുടക്കത്തിൽ അത് പറഞ്ഞത്. നമ്മൾ ഇടുന്ന അതിരുകളാണത്. ഈ മതം എന്ന് പറയുന്നത് ഇയാളുടെ അറിവിൽ നീ പരിശോധിച്ച് നോക്കിയാൽ പോലും ഒരു 5000 വർഷത്തിനപ്പുറത്തോട്ട് പോകത്തില്ല. പക്ഷെ താങ്കളുടെ ചടി പോകാതെ 5000 വർഷത്തിനപ്പുറത്തോട്ട് മതമില്ലാതിരുന്ന സമയത്ത് ആൾക്കാർ അടിയിട്ടിട്ടുണ്ടോ? അടിയിട്ടിട്ടുണ്ടാവും എന്നുള്ളത് ഇയാൾക്ക് ഒരു പാടുമില്ലാതെ കാണാൻ പറ്റത്തില്ലേ? അപ്പൊ മതം കാരണമാണ് അടിക്കുന്നതെന്ന് വീണ്ടും പറയുന്നത് അസംബന്ധമല്ലേ? അങ്ങനൊന്നും അല്ല. നമ്മൾ വിഭവങ്ങൾ, റിസോഴ്സസ് ഇതിന് വേണ്ടിയാണ് വഴക്കിടുന്നത്. അതിന് എന്തെങ്കിലും കറുത്തവരായിരിക്കുന്നവരും വെളുത്തവരായിരിക്കുന്നവരും തമ്മിൽ അടിയിടുന്ന സമയത്ത് ഏത് മതമാണുള്ളത്? അന്യരാക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രം ഇതെല്ലാം പറയുന്നേ. കാവേരി വെള്ളത്തിന് വേണ്ടി വഴക്കിടുമ്പോൾ തമിഴരും കർണാടകക്കാരും തമ്മിൽ വഴക്കിടും. മതമല്ല. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇപ്പൊ ഇന്ത്യക്കാരനും പാകിസ്ഥാനും വഴക്കിടുന്ന സമയത്ത് വെള്ളം കൊടുക്കുന്നതിനെ പറ്റിയാണല്ലോ ചർച്ച. എന്തിനാണ് അതങ്ങനെ പറയുന്നത്? ആ വെള്ളത്തിന്റെ മേളിലാണ് അടി, അല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം ഇന്നലെ വരെ പഞ്ചാബിയായിരുന്നു, 47-ന് മുമ്പ് പാകിസ്ഥാനുണ്ടോ? പിന്നെ പാകിസ്ഥാൻകാരനെ പറ്റി പറഞ്ഞോണ്ടിരിക്കുന്നു.
ഇപ്പൊ ഞാൻ കേട്ടെ, 47 ഇല്ലാതിരുന്ന ഒരു രാജ്യത്തിനെ ഉണ്ടെന്ന് സങ്കല്പിച്ച വഴി മാത്രം ഉണ്ടായതല്ലേ അത്. മനുഷ്യ സങ്കല്പം മാത്രമാണ് ഇന്ത്യയും പാകിസ്ഥാനും, അല്ലാതെ ഇല്ല. ഇത് രണ്ടും ഉള്ളതല്ല. ഇല്ലാത്ത ദൈവത്തിനെ പോലെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് രാജ്യങ്ങൾ, അല്ലാതെ ഉള്ളതല്ല ഇതൊന്നും. മനുഷ്യ സങ്കല്പങ്ങളാണ്. പക്ഷെ ഇതൊക്കെ എന്തിനാണ് ഉണ്ടാക്കുന്നത്? അപ്പുറത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരോട് നമ്മൾ പങ്കുവെക്കത്തില്ലെന്ന് പറയാൻ വേണ്ടിയാണ് അവരെ അന്യരാക്കുന്നത്. അവരെയായിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചാൽ അപ്പം നിങ്ങളുടേതാവും. അങ്ങനെയാണ് പണ്ട് രാജാക്കന്മാര് അന്യരാജ്യത്തുള്ള സ്ത്രീയെ കല്യാണം കഴിക്കും. അതുകൊണ്ട് അന്യരാജ്യമില്ല, നമ്മുടെ രാജ്യമാവും. രാജാക്കന്മാരെ എത്ര കല്യാണം കഴിക്കുമായിരുന്നു? ചുറ്റുപാടുമുള്ള യുദ്ധങ്ങൾ നിർത്തിക്കളയാനുള്ള ഏറ്റവും വലിയ ടെക്നിക്കായിരുന്നു അവരത് ചെയ്യുന്നത്. അയലത്തെ രാജ്യത്തെ രാജകുമാരിയെ കല്യാണം കഴിക്കുന്ന വഴി അവര് നമ്മുടെ ആൾക്കാരായി, നമ്മുടെ സാമ്രാജ്യമായി. ഇത്രേ അർത്ഥമേ ഉള്ളൂ. അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്താണ്, അക്ബർ എത്ര രജപുത്ര ഭാര്യമാരുണ്ടായിരുന്നു? ഇത് മുഴുവൻ യുദ്ധം ഒഴിവാക്കുന്ന സാധനമാണ്. യുദ്ധം എന്തിനാണ്? റിസോഴ്സസിന് വേണ്ടിയാണ്, വിഭവങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കും. നമ്മുടെ ആൾക്കാരാക്കുന്നതിനകത്ത് ഒരു വാക്ക് മാത്രമാണ് മതം. അല്ല, താങ്കളുടെ മനസ്സിൽ നിന്ന് മതം ഉപേക്ഷിച്ചിട്ട് ഉണ്ടെങ്കിലും ഞാൻ മതം ഉപേക്ഷിക്കുകയല്ല. മനുഷ്യരുടെ വിവരക്കേട്, ഇതുപോലുള്ള എല്ലാ സങ്കല്പങ്ങളും അതിന് മതമായിട്ടല്ല. എനിക്ക് മതത്തിനോട് താങ്കൾക്ക് മതവുമായി കണക്ട് ചെയ്ത ഒരു പേരുണ്ടല്ലോ, ഈ പേര് ഇതുവരെ ഉപേക്ഷിക്കുക, ആൽഫ ബീറ്റ ഗാമ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തെറ്റാണ്, വീണ്ടും തെറ്റാണ്. നിങ്ങൾ പറഞ്ഞ ആ പ്രമേസ് തന്നെ തെറ്റാ. അല്ല, മൈത്രേയൻ എന്ന പേര് കേട്ടാൽ താങ്കളുടെ മതം ഏതാന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും പറയാൻ പറ്റും. തെറ്റാണ്. നിങ്ങൾ പറഞ്ഞത് ഉറച്ചു നിൽക്കുകയാണല്ലോ, അവിടെ നിൽക്കണേ. ഇപ്പൊ അത് മാറ്റിക്കളയരുത്. മുഹമ്മദ് എന്നുള്ളത് മുഹമ്മദിന്റെ അച്ഛനിട്ട പേരല്ലേ? അതെങ്ങനെയാണ് ഇസ്ലാം പേരാകുന്നത്? അബ്രഹാം എന്നുള്ള പേര്, മേരി എന്നുള്ള പേര് ഒക്കെ യേശു ക്രിസ്തുവിന് മുമ്പുള്ളതല്ലേ? ചടി പോകാതെ. അപ്പൊ ഈ മതപരമായ ഒരു പേര് പ്രപഞ്ചത്തിലില്ല. ഒരു മതം ഉണ്ടാകുന്നതിന് മുമ്പ് ആ നാട്ടിൽ അബ്രഹാം എന്നുള്ള പേര് ബൈബിളിൽ, ആദ്യത്തെ ബൈബിളിലാണ് ഉള്ളത്. അതുകൊണ്ട് ഈ പേരുകൾ ആരും നിങ്ങൾ നിങ്ങളുടെ പൊസിഷൻ ക്ലാരിഫൈ ചെയ്ത് നിലപാടെടുത്ത് കഴിഞ്ഞു. ഇനി അത് വിശദീകരിക്കേണ്ട ആവശ്യം ഇല്ലെന്നുള്ളതാണ് ഞാനീ പറയുന്നത്. ഞാനത് പറയുന്നത് എന്ന് കേക്ക്. മേരി എന്നുള്ള പേര് ക്രിസ്ത്യാനി പേരാണെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ അമ്മയ്ക്ക് എങ്ങനെ അത് വരും? അങ്ങനെ ഇല്ല. അതുകൊണ്ട് മതപരമായ ഒരു പേരും ഈ പ്രപഞ്ചത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ മതം തിരിച്ചറിയാൻ പറ്റുമല്ലോ. വീണ്ടും മതം പറയാൻ പറ്റില്ല ഇന്നത്തെ ഒരു തരത്തില്. എന്റെ പേരിൽ നിന്ന് ഒരു കാലത്ത് ഒരു മതവും പറയാൻ പറ്റത്തില്ല. ഞാൻ മതവിശ്വാസിയല്ല. മതവിശ്വാസി അല്ലാത്തവനും പിന്നെ എങ്ങനെയാ പറയാൻ പറ്റുന്നേ? അപ്പൊ ഒരു പ്രദേശത്തുള്ള ആളിനെയാണ് നിങ്ങൾ കുറിക്കുന്നത്, അല്ലാതെ മതവിശ്വാസികളെല്ലാവരും. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ടെന്നൊക്കെ പറയാം. ഒരുമാതിരിപ്പെട്ടെന്ന് പറയുന്ന വരികൾ പറഞ്ഞിട്ട് നിങ്ങൾ ചാപ്പ കുത്തുക എന്ന് പറയുന്ന സാധനമാണത്. ഇതിനെയാണ് ചാപ്പ കുത്തുക എന്ന് പറയുന്നത്. അവരുടെ ഇത് ഒരു അനുവാദവുമില്ലാതെ നിങ്ങൾ ഒരു മതം എന്റെ മേളിൽ ആരോപിക്കുക ചെയ്തത്. അല്ലാതെ ഹിന്ദുക്കളും ഇല്ല, മുസ്ലിങ്ങളും ഇല്ല, ക്രിസ്ത്യാനികളും ഒന്നും ഇല്ല. ഇതൊക്കെ ചാപ്പ കുത്തലാണ്. നിങ്ങൾക്ക് അന്യരാണെന്ന് തോന്നുന്നവരെ യൂറോപ്യൻസ് എന്ന് വിളിക്കുന്നവര്, പേർഷ്യൻസ് എന്ന് വിളിക്കുന്നത് പോലെ, ആഫ്രിക്കൻസ് എന്ന് വിളിക്കുന്ന പോലെ ഉള്ള പേര് മാത്രം അത്, അല്ലാതില്ല. പൊതുവെ ആയിരക്കണക്കിന് വിവരക്കേടുകൾ ലോകത്ത്. അല്ല, പൊതുവെ മതം തിരിച്ചറിയാൻ വേണ്ടി മതത്തിന്റെ കാറ്റഗറി കുറെ പേരുണ്ട്. അതുപോലെ മതം ഉപേക്ഷിച്ചവരുടെ പേരായി ഈ ആൽഫ ബീറ്റ ഗാമ ഉപയോഗിച്ചുകൂടെ? എന്തിനാണത്? നിങ്ങളുടെ തെറ്റിദ്ധാരണ കൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. ഈ പറഞ്ഞ് ശീലിച്ചതുകൊണ്ടാ. പേരുകള് മതപരമായി ഇടുന്നതാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രശ്നമാണത്. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയ പരിഹാരമാണ് ആൽഫ ബീറ്റ ഗാമ എന്ന് പേരിട്ട പുതിയ മതമാകും എന്നുള്ളതേ ഉള്ളൂ. അത് കാരണം നിങ്ങളുടെ വിവരക്കേട് പോയിട്ടില്ല. ഈ കാലയിലെ മന്ത് മറ്റേ കാലയിലാക്കുന്നുള്ള കാര്യമേ ഉള്ളൂ. അത് വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്നവരെ മുഴുവൻ ബംഗാളികളെന്ന് മലയാളികൾ വിളിക്കുന്ന പോലെ. അവര് വന്നിരിക്കുന്ന ജാർഖണ്ഡിൽ നിന്ന് വന്നവനുണ്ട്, ബീഹാറിൽ നിന്ന് വന്നവനുണ്ട്, UP നിന്ന് വന്നവനുണ്ട്, പഞ്ചാബിൽ നിന്ന് വന്നിട്ടുണ്ട്, ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുണ്ട്, ആസാമിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് പ്രധാനമല്ല. നമ്മൾ ഒറ്റ ചാപ്പയാണ് ബംഗാളി, ഇങ്ങനെ അല്ലയോ അടിച്ചിട്ടുള്ളത്. ഇതുപോലെ ഉണ്ടാക്കിയതാണ് ഈ മതങ്ങളെല്ലാം. ചാപ്പ കുത്തിയതാ. അല്ലാതെ ലോകത്ത് അങ്ങനത്തെ ഒരു സാധനമില്ല. ലോകത്ത് ഭാഷ രൂപപ്പെടുന്നതിനോട് ബന്ധപ്പെട്ടാണ് പേരുകൾ ഉണ്ടായത്.
ഭാഷാപരമായ പേരേ ഇവിടെ ഉള്ളൂ, പ്രദേശങ്ങളോട് ബന്ധപ്പെട്ട പേരേ ഉള്ളൂ. അത് ആ ഭാഷ കൊണ്ടുണ്ടായതാ. അതുകൊണ്ട് പേര് ഭാഷാപരമാ, മതപരമല്ല. അത് തെറ്റിദ്ധരിച്ചവരുടെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് തെറ്റിദ്ധരിച്ചവരുടെ മറുവശത്ത് നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആൽഫ ബീറ്റ ഗാമ എന്ന് ഇടണമെന്ന് തോന്നുന്നത്. വേറെ അർത്ഥമൊന്നുമില്ല. ഒരു ഏത് പേര് നിങ്ങൾക്ക് ഇടാം. അപ്പൊ ഈ മതപരമായിട്ടുള്ള ചില ചടങ്ങുകളിലൂടെ രോഗശുശ്രൂഷ നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ അതൊക്കെ ആളുകൾ രോഗശുശ്രൂഷ. ലോകത്ത് എന്ത് സാധനവും എന്ത് കാര്യവും മനുഷ്യർ ചെയ്യും. അവർക്ക് വിവരമില്ലെന്നുണ്ടെങ്കിൽ ഇല്ല, അങ്ങനെ രോഗശുശ്രൂഷ നടത്തി രോഗം മാറ്റുന്നത് മണ്ടത്തരമാണ്. ഇതുവരെ ലോകത്ത് രോഗവും മാറിയിട്ടില്ല, ഒരു രോഗവും മാറത്തില്ല. അപ്പൊ ഈ ടി വിയിലൊക്കെ ഇവർ കാണിക്കുന്നത് അതാണ് ടി വി കാണിക്കുന്നതിനാണ്, ആളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. എത്രയോ മെന്റലിസ്റ്റുകളും എത്രയോ മജീഷ്യൻസും എന്തെല്ലാം കാണിക്കാറുണ്ട്. അത് കണ്ടിട്ട് എല്ലാം അവർ ദൈവത്തിന്റെ സാധനമാണെന്ന് പറഞ്ഞാൽ വീണു പോകത്തേ ഉള്ളൂ. അവർ മര്യാദയുള്ളവരാണ്, അവർ മജീഷ്യൻസ് ആണെന്നും മെന്റലിസ്റ്റുകളാണെന്നും അവർ പറയും. മറ്റേത് ആളെ പറ്റിക്കുന്നവർ പറയുന്നു എന്നുള്ളതല്ലാതെ വേറെ എന്താ അർത്ഥം? എന്താണ് പ്രാർത്ഥന കൊണ്ട് രോഗം മാറ്റുമായിരുന്നെങ്കിൽ ആശുപത്രി പോകത്തില്ലേ ഇവന്മാരെല്ലാരും? യഥാർത്ഥത്തിൽ രോഗികൾ അവിടെ ഉണ്ടല്ലോ, പോയി പ്രാർത്ഥിച്ച് മാറ്റത്തില്ലേ? അവിടെ ചെയ്യുന്നില്ലല്ലോ. സകല പള്ളിക്കാരന്മാര് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി അമൃതാനന്ദയൊക്കെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്തിനാ ഉണ്ടാക്കുന്നത്? കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അങ്ങ് വിട്ടാ പോരെ? എന്താ അതൊന്നും ചെയ്യാത്തെ? ഇനി അവർ തുടങ്ങുന്ന കോളേജ് എന്ന് പറയുന്നത് കെട്ടിപ്പിടി ഉമ്മ കോളേജ് അല്ലേ തുടങ്ങണ്ടേ? അതിന് പകരം കമ്പ്യൂട്ടർ കോളേജ് എന്തിനാ തുടങ്ങുന്നത്? ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ആ പറ്റിക്ക് പ്രസ്ഥാനമൊക്കെ ഒരു വശത്ത് നിൽക്കും, അത് വേറെ കാര്യമാണ്. പ്രാർത്ഥന കൊണ്ട് ശുശ്രൂഷ കൊണ്ട് ഈ പ്രാർത്ഥനാ ശുശ്രൂഷ കൊണ്ട് രോഗം മാറുമായിരുന്നെങ്കിൽ എല്ലാ ആശുപത്രികളിലും അവരെ ഡോക്ടർമാരായിട്ട് നിയമിച്ചതിനല്ലോ, അല്ലെങ്കിൽ അവരവിടെ തന്നെ പോയിട്ട് അത് ചെയ്യുമായിരുന്നല്ലോ. അവരുണ്ടാക്കുന്ന സദസ്സിൽ മാത്രം രോഗചികിത്സ നടത്തുന്ന എന്താ? ആശുപത്രിയിൽ പോയി അങ്ങ് ചെയ്താൽ പോരെ? അവിടെ എല്ലാം ഇങ്ങനെ കൈ കാണിക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാര് വീഴുന്നു. അവരാ കിടക്കുന്നതൊക്കെ ഈ ആശുപത്രി പോയി ചെയ്യട്ടെ എന്ന്. ഇപ്പൊ അമൃത ഹോസ്പിറ്റല് ഉണ്ട്, അമല ഹോസ്പിറ്റലുണ്ട്. ഈ രണ്ടും ഒന്ന് ഹിന്ദു മതക്കാരിയാണെന്ന് വിചാരിക്കുന്നവരും ഒന്ന് ക്രിസ്തു മതക്കാരിയാണെന്ന് വിചാരിക്കുന്നവരുമാണ് ചെയ്യുന്നത്. അവരെല്ലാരും അവിടെ ഈ ചികിത്സ ഡോക്ടർമാരെ വിളിച്ച് ചികിത്സിപ്പിക്കുന്നത്. എത്ര കാലം ഇങ്ങനെ പറ്റിക്കാൻ പറ്റും ആൾക്കാരെ? എത്ര നാൾ വേണേലും പറ്റിക്കാൻ പറ്റും. അതിനൊരു ചോദ്യമുണ്ട്, എത്ര നാൾ വേണേലും പറ്റിക്കാൻ പറ്റും. കാരണം ചിന്തിക്കാനായിട്ട് അനുവദിക്കാതിരിക്കുക എന്ന് പറയുന്ന കുട്ടിക്കാലത്ത് തുടങ്ങുന്ന ഒരു പണിയാണ്. അതിനാണ് മദ്രസ വിടുന്നത്, അതിനാണ് മതപാഠശാല വിടുന്നത്, അതിനാണ് ഗുരുകുലത്തിൽ വിടുന്നത്, അതിനാണ് സെമിനാരി വിടുന്നത്. ഈ സ്ഥാപനങ്ങളിൽ വിട്ട് കുട്ടിക്കാലത്തെ പരിശീലിപ്പിച്ചാൽ സ്വതന്ത്ര ചിന്ത ഉണ്ടാകത്തില്ലെന്ന് അറിയുന്നത് കൊണ്ടാണ് കുട്ടിക്കാലത്ത് ആ പണിയെടുക്കുന്നത്. അതുകൊണ്ട് എത്ര നാൾ വേണേലും പറ്റിക്കാൻ പറ്റും. അപ്പൊ താങ്കളുടെ ഈ വേദാന്ത പഠനകാലത്ത് താങ്കൾ റാഷണലായിട്ട് തിങ്ക് ചെയ്ത് തുടങ്ങിയത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടോ? ഇല്ല, അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് സ്ഥാപനം അവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ അവർക്കുള്ള കാരണം കൊണ്ട് അവരവിടെ ജീവിച്ചോളൂ. സമയം നേരായ വഴിയിലല്ല എന്ന് ആരെങ്കിലും പറഞ്ഞു? എനിക്ക് അവര് പറയുന്ന കാരണം കൊണ്ട് ഞാൻ ലോകത്തിനെ പറ്റി മനസ്സിലാക്കി എടുക്കുന്ന കാര്യങ്ങളല്ലേ ഞാനിപ്പോ ഇരുന്ന് പറയാം. അല്ല, വേദാന്തികൾ അങ്ങനെ പാടില്ല എന്ന് ആരും പറഞ്ഞു തന്നിട്ടില്ല. വേദാന്തികളായിരിക്കുന്ന ആൾക്കാർക്ക് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർക്ക് മുട്ടുസൂചി ഉണ്ടാക്കി കാണിക്കാനുള്ള ബാധ്യത വരും. എങ്ങനെയാണ് ഈ ലോകത്തിനെ അനുകൂലമാക്കി മാറ്റാൻ പറ്റുന്നത് എന്നുള്ളത് കാണിക്കാൻ ബാധ്യത വരും. ഓക്കെ, എന്നാലും അത് ഇഷ്ടപ്പെട്ട് താങ്കൾ അവിടെ ചെന്നു. പക്ഷെ ഏത് നിമിഷമാണ് താങ്കൾക്ക് ഞാൻ വന്ന വഴി ശരിയല്ല എന്ന് തോന്നിയത്? ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് സംശയം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ 5 വർഷം എടുത്ത്? 5 വർഷം എടുക്കും. കാര്യം അതിനുവേണ്ടി വായിക്കാൻ ഒരു മണ്ടത്തരം തിരിച്ചറിയാൻ മിനിമം 5 വർഷം വേണം. അത് കാര്യമുണ്ട്. അത്രത്തോളം സൂക്ഷ്മമായിട്ടുള്ള വിവരക്കേടാണത്. വീവി ചെയ്ത് 10,000 വർഷമായിട്ട് മനുഷ്യന്മാരുണ്ടാക്കിയിരിക്കുന്ന സൂക്ഷ്മമായിട്ട് ഓരോ തരത്തില ഈ സെമിനാരികളിലും അമ്പലങ്ങളിലും ഈ മതപാഠശാലകളിലും ഒക്കെ ആൾക്കാർ എന്താ ഇരുന്ന് ചെയ്യുന്നത്? ഇത് യഥാർത്ഥ പഠിക്കുകയാണെങ്കിൽ ഒരു കൊല്ലം പഠിക്കുക പോലും വേണ്ട. അതിനു മുമ്പേ നമുക്ക് അത് മനസ്സിലാക്കാം. അടിസ്ഥാനപരമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നോ? ഞാൻ കമ്മ്യൂണിസ്റ്റ് ഒന്നുമല്ല, ഞാനൊരു മനുഷ്യനാണ്. വിദ്യാഭ്യാസ കാലത്ത് ഇടതുപക്ഷ ചിന്താഗതി ഒരു അല്പം പോലും ഇല്ലായിരുന്നു. എനിക്ക് അതൊന്നും ഇടതുപക്ഷവും എന്താ മതവും തമ്മിൽ രണ്ടറ്റത്താണെന്നൊന്നും തെറ്റിദ്ധരിക്കാതെ, 2 ഐഡിയോളജി അത് അത്രയേ ഉള്ളൂ. അതൊന്നുമല്ല, ശാസ്ത്രത്തിന്റെ ലോകമാണ് എനിക്കറിയാവുന്നത്. ലോകം എങ്ങനെയാണ് മാറുന്നതെന്നും അത് എങ്ങനെ നമുക്ക് അനുകൂലമാക്കാൻ പറ്റുമെന്നുള്ള അറിവാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് അതങ്ങനെ പറയാൻ പറ്റുന്നത്. അത് ഈ പഠനങ്ങളെല്ലാം നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളെ അങ്ങനെ കൊണ്ടുപോയി ഇത് ഭയങ്കര സംഭവമാണ്. ഇവിടുത്തെ മഹാന്മാർ എന്ന് പറയുന്നവന്മാരെല്ലാം പഠിച്ചതാണിത്. അവന്മാരെല്ലാരും കൂടെ എന്താണ് പരമജ്ഞാനത്തിലേറി ജ്ഞാനപീഠത്തിൽ കയറി എന്ന് എന്താണ് അങ്ങനത്തെ വാക്കുകളൊക്കെ ഉണ്ടല്ലോ. പരമജ്ഞാനിയാകുക, സർവ്വം അറിഞ്ഞ ആളാകുക,
സത്യം അറിഞ്ഞ ആളാകുക, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ പറയുമ്പോൾ നമ്മൾ വളർത്തിയതാണ് അവർ. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും വളർത്തിയവർ പറയുന്ന കാരണം കൊണ്ട് ശരിയാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. പഠിച്ച് വിഷയം മനസ്സിലാക്കി വന്നപ്പോൾ മനസ്സിലായി ഇവർ പറയുന്ന പോലല്ല ലോകം. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അത് ഉപേക്ഷിച്ചു. അപ്പൊ ഇപ്പം താങ്കൾ ഒരു ദിവസം എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്? ഒരു 16 മണിക്കൂർ അടുത്ത് വരും. ഈ വർക്കിനകത്ത് എന്തൊക്കെയാണ് ഒരു വർക്കായിട്ട് നമുക്ക് പറയാവുന്ന? ഇപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുന്ന പോലെ ചോദിക്കുന്ന ആൾക്കാരോട് സംസാരിക്കുക എന്ന് പറയുന്നതാണ് ഒരു പ്രധാന കാര്യം. മറ്റൊന്നുള്ളത്, ഒരു ജീവിതത്തിനകത്ത് ആൾക്കാർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ആൾക്കാർ ചോദിക്കും പലതരത്തിലത്. ഞാൻ കഴിഞ്ഞ തവണ ശ്രദ്ധിച്ചത്, കഴിഞ്ഞ തവണ താങ്കളുടെ കൂടെ ഞാൻ ഒരു കാർ യാത്ര നടത്തുമ്പോൾ താങ്കൾക്ക് എവിടുന്നൊക്കെയോ കോൾസ് വരുന്നു, സഹായിക്കണം. എനിക്കറിയില്ലായിരുന്നു അതുവരെ താങ്കൾക്ക് ഇങ്ങനെ ഒരു വശമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ആരെയൊക്കെയോ വിളിക്കുന്നുണ്ട്, താങ്കൾ അന്നേരം തന്നെ ആരെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഈ ആവശ്യക്കാരനുള്ള പണം അവിടെ എത്തുന്നുണ്ട്. എന്ത് എനിക്കത് അങ്ങോട്ട് വ്യക്തിഗതമായിട്ട് ഞാൻ ആൾക്കാരുമായിട്ട് സമയം ചെലവഴിക്കുന്നത് അവർക്ക് ഒന്നുമില്ലെങ്കിൽ ബോറിംഗ് എന്ന് പറയാത്ത ഒരു സ്ഥലത്താണ്, രസമായിട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ അവരുമായിട്ട് സമയം ചെലവഴിക്കുമ്പോൾ അവർക്ക് കൊടുക്കാവുന്ന ലോകത്തിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയ കുറച്ച് അറിവുകളും അതേപോലെ കമ്പനി കൊടുക്കുക എന്ന് പറയുന്ന സാധനത്തിനൊക്കെ സത്യത്തിൽ അതിനൊക്കെ വിലയുള്ളതല്ലേ. ആരായാലും ശരി, ഒരാൾ കമ്പനി കൊടുക്കുന്നതിന് പോലും വിലയുള്ളത്. കാരണം ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്നത് എന്താ, നമുക്ക് രസകരമായിട്ട് ജീവിതം അനുഭവിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്ന. ഒരു ബഫൂൺ കളിക്കുന്നതിനായാലും ശരി, നാടകം കളിക്കുന്നതിനായാലും ശരി, പാട്ട് പാടുന്നതിനായാലും ശരി, നമ്മളെ രസിപ്പിക്കുക എന്ന് പറയുന്ന പണിയാണ് ചെയ്യുന്നത്. ഇതിന് വരുമാനമുള്ളതല്ലേ. ഈ വരുമാനങ്ങൾ ഞാൻ വാങ്ങാറില്ല. ഞാൻ അതിനകത്തുനിന്ന് വളരെ മിനിമം അവരുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന സമയത്ത് കുറച്ച് ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ ഏത് മൂലയ്ക്കാണ് കിടക്കാൻ പറയുന്നത് അവിടെ കിടക്കുന്നു എന്നുള്ളതല്ലാതെ വലിയ ചെലവുകളില്ലാതാണ് നിങ്ങളുടെ കൂടെ ഞാൻ ജീവിക്കാറുള്ളത്. പക്ഷെ ഞാൻ കൊടുക്കുന്ന സമയത്തിന് ഒരു ആർട്ടിസ്റ്റിന്റെ പോലുള്ള ഒരു ഏരിയ അതിനുണ്ടാവും. രസകരമായിട്ട് നിങ്ങൾ കുറച്ച് നേരം സമയം ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ ആ വിലകൾ, കാശുകൾ അക്യുമുലേറ്റ് ചെയ്ത് ഈ കഴിഞ്ഞ ഒരു 50 വർഷമായിട്ട് ഞാൻ ലോകത്ത് ഈ പണിയെടുക്കുന്നുണ്ട്. അല്ല, അപ്പോൾ ലോകത്തിലുള്ള എല്ലാവരും താങ്കളെ പോലെ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, എല്ലാവരും ജസ്റ്റ് ഒരു എന്താണ് നടക്കാത്ത സംഭവമാണ്, എന്നാലും ഞാൻ ചോദിക്കുക, എല്ലാവരും താങ്കളുടെ സ്റ്റെപ്സ് അങ്ങോട്ട് പിന്തുടർന്നാൽ ആരോട് വിളിച്ച് ചോദിക്കും പൈസ? വേറെ ആളെ വിളിക്കും, അയാൾ പറയും ഞാനും താങ്കളെ പോലെ എല്ലാവരും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, യേശുദാസ് പാട് കേട്ടല്ലേ ഉള്ളു, അയാൾക്ക് എങ്ങനെയാണ് സ്വത്തുണ്ടായത്? നിങ്ങൾ പറയുന്ന കണക്കനുസരിച്ച് അയാൾക്ക് സ്വത്തേ ഉണ്ടായിക്കൊള്ളാമല്ലോ. ഒരു അധ്യാപകൻ എന്താണ് ഉണ്ടാക്കുന്നത്? അയാളുടെ കണക്കിനനുസരിച്ചിട്ട് അയാളൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. അങ്ങനല്ല. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വത്തെന്ന് പറയുന്നത് ഈ വിഭവങ്ങൾ സമാഹരിക്കുന്നതിന്റെ പ്രവൃത്തിയാണ്. വിഭവങ്ങൾ രൂപപ്പെടുത്തി നമുക്ക് അനുകൂലമാക്കി മാറ്റുന്ന പ്രവൃത്തിയാണ്. ആ സാധനം രസകരമായി അനുഭവിക്കുക എന്ന് പറയുന്ന വശവും നമുക്കുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് വൈറ്റമിനും പ്രോട്ടീനും മിനറൽസും മാത്രം കഴിക്കുകയല്ല, അത് രുചികരമായി കഴിക്കുക എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വലിയ ചെലവ് കൊടുത്തൊരു കുക്കിനെ വെക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ അത് നമ്മൾ തിന്നാൽ പോരെ, ഒന്ന് സ്റ്റീം ചെയ്ത് തിന്നാൽ മതി. പിന്നെന്തിനാണ് നമ്മൾ മണിക്കൂറുകൾ അതിന്റെ മേളിൽ പണിയെടുത്തിട്ട് ഇത്രയും എന്ന് പറഞ്ഞിട്ട് ചെയ്തിരുന്ന ഒരു ചെഫിന് എത്രയോ വലിയ കാശ് കൊടുത്തിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പം മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ചുറ്റുപാടിനെ അതിനെ അനുകൂലമാക്കി മാറ്റി ജീവിക്കുമ്പോഴും അത് വളരെ രസകരമാക്കി ജീവിക്കുന്ന ഒരു ജീവിതമുണ്ട്. നിങ്ങൾ ഇടുന്ന ഉടുപ്പ്, ആ ഉടുപ്പ് അതിനകത്ത് ഇഷ്ടംപോലെ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാതെ ആ ഉടുപ്പിടാൻ പറ്റും. പക്ഷെ ആ ചിത്രം വരച്ചതിനാണ് വില കൊടുത്ത് നമ്മൾ മേടിക്കുന്നത്. അങ്ങനെ രസകരമായി ജീവിക്കുന്നത് നമ്മൾ വികസിപ്പിച്ച ഒരു ജീവിയും കൂടെ. അതിന്റെ മുകളിലുള്ള വിലയാണ് സകല ആർട്ടിസ്റ്റുകൾക്കുള്ളത്. ഞാനൊരു ആർട്ടിസ്റ്റാണ്, ജീവിതത്തിനെ പറ്റിയുള്ള ആർട്ടിസ്റ്റാണ്, ജീവന്റെ ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് രസകരമായി ജീവിക്കാൻ പറ്റും. അല്ല, ഈ സ്വത്തെന്ന് പറയുന്നത് ഈ വിഭവങ്ങൾ സമാഹരിക്കുന്ന പണിയാണ്. അത് ഞാൻ ഈ ചെയ്യുന്ന സമയത്ത് വിഭവങ്ങൾ സമാഹരിക്കുക തന്നെ ചെയ്യും. ഓരോ കാര്യം ചെയ്യുന്ന സമയത്ത് അത് ഏറ്റവും നന്നായി എങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അത്ര അർത്ഥമുള്ള അതിനകത്ത്. അല്ലാതെ ഞാൻ ചെയ്യുന്നതിനകത്ത് ധനമൊന്നും ഇല്ല എന്നുള്ളതല്ല. ധനം എല്ലാവരുടെ കയ്യിലും ഇരിപ്പുണ്ട്. ഞാൻ ഉണ്ടാക്കിയ ധനം എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഒന്ന്, സാമൂഹികമായ ക്യാപിറ്റലുണ്ട്. അത് ഞാൻ ഇത്രയും മനുഷ്യർക്ക് സേവനം കൊടുത്തു എന്നുള്ള അറിവ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു അറിയപ്പെടുക എന്ന് പറയുന്ന ഒരു വശമുണ്ട്. അതിനാണ് സോഷ്യൽ ക്യാപിറ്റലായിട്ട് വരുന്നത്.
ആ അറിയപ്പെടുക എന്ന് പറയുന്ന സാധനം ഈ ആർട്ടിസ്റ്റുകളായിരിക്കുന്ന മുഴുവൻ പേരും ചെയ്യുന്ന. ധനം ഉണ്ടാക്കി നിങ്ങളും ആർട്ടിസ്റ്റിന്റെ വശത്ത് പോകും. അപ്പൊ നിങ്ങൾ ചില നാട്ടുകാരറിയാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ചെയ്യും. അങ്ങനെയാണ് അറിയപ്പെടുന്ന ആളാകുക എന്ന് പറയുന്നത്. മനുഷ്യരുടെ ഒരു സംഘജീവിയാണ്, സാമൂഹിക ക്യാപിറ്റലാണ്. ഇത് എടുക്കുന്നതുകൊണ്ടാണ് അത് ധനമായിട്ട് മാറും, റിസോഴ്സായിട്ട് മാറും. അപ്പൊ ഈ നിലവാരത്തിൽ അതിനെ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ എല്ലാ ആർട്ടിസ്റ്റുകളെ പോലെ ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ, ജീവന്റെ ആർട്ടിസ്റ്റാണെന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഞാൻ എന്താണ്, ധനം സമാഹരിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. ആരാണോ അത് അനുഭവിച്ചവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഞാൻ അവിടെ പോയി എനിക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം, അതാണ് ഫോൺ വിളിക്കുമ്പോൾ ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റും. കാരണം ആളുകൾ ഞാൻ ഉണ്ടാക്കിയത് അവരുടെ കയ്യിലുണ്ടെന്ന് അവർക്ക് അറിയുന്നതുകൊണ്ട് അവരത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ 100 കണക്കിന് ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്. എന്റെ കയ്യിൽ വരുന്നതിന് അല്ലെങ്കിൽ പറഞ്ഞിട്ട് അവർക്ക് അത്യാവശ്യമാണെന്ന് തോന്നുന്നതെല്ലാം ഞാൻ ചെയ്യും. താങ്കൾ എന്താണ് ഈ ശരിക്കും പണം വേണ്ട ഇങ്ങനെ, അതായത് ഇങ്ങനെ എന്താണ് ഒരിടത്ത് സ്ഥിരമായി നിൽക്കുന്നില്ലല്ലോ, ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ഇങ്ങനെ കടന്ന് പോകുന്നു, പണം ഉപയോഗിക്കുന്നില്ല. ഈ ഒരു ഇതില് സന്തോഷം കണ്ടെത്തി തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? സത്യത്തിൽ ഞാൻ വീട് വിട്ടപ്പോ തൊട്ട് ഇത് ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും കോൺക്രീറ്റ് ആയിട്ട് നമ്മളൊരു വിച്ഛേദം, നേരത്തെ പറഞ്ഞ ഒരു വർഷം ഉണ്ടാകുന്നു എന്ന് പറയുന്ന പോലെ തുടങ്ങുവാണെങ്കിൽ 20 വർഷം മുമ്പ് ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നത് വരെ ചെയ്യുന്നിടത്ത് ജീവിച്ചു പോകുന്നതിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പൊ കഷ്ടിച്ച് ആളുകൾ തരുന്നത് മതി എന്നുള്ള സ്ഥലത്താണ് ജീവിക്കുന്നത്. പക്ഷെ ഞാൻ ഈ ഇത്രയും വർഷം കൊണ്ട് ചെയ്തെടുത്തിരിക്കുന്ന സോഷ്യൽ ക്യാപിറ്റൽ കൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ തരും. ആ തരുന്നത് തന്നെ എനിക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അത്രയും തരും. അത് ഞാൻ മറ്റുള്ളവർക്ക് എന്നെ പോലെ തന്നെയുള്ള. അപ്പൊ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഈ ലൈഫ് ഏതായിരുന്നു കൂടുതൽ നല്ല എൻജോയ് ചെയ്തിരുന്നത്? നേരത്തെ പണം കണ്ടെത്തി പണം ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്തുന്നതായിരുന്നോ ഇപ്പോഴുള്ള ഈ ഒരു ഫ്രീ ബേഡ് ആയിട്ട്? രണ്ട് ഇത് സെപ്പറേറ്റ് അല്ല. ഇപ്പൊ ഞാന് ദുബായിലേക്ക് വരുമ്പോ ടിക്കറ്റ് എടുത്തത് നിങ്ങളല്ലേ. അത് ഞാനത് പണമായിട്ട് എനിക്ക് അവിടെ തന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് ടിക്കറ്റ് എടുത്താൽ വ്യത്യാസം വരുമോ? അത്രേ ഉള്ളൂ, വേറെ അർത്ഥമൊന്നുമില്ല. അതേ ജീവിതം അതേ കാര്യം തന്നെയാണ് നമ്മളിപ്പോഴും ചെയ്യുന്നത്. ഞാൻ ജീവിക്കുന്ന സമയത്ത് ചെലവുണ്ട്. ആ ചെലവ് മറ്റുള്ള ആൾക്കാർ ബെയർ ചെയ്യുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അവർ ബെയർ ചെയ്യുന്നത് അവർക്ക് പ്രയോജനകരമാണ്. എനിക്ക് തരുന്നതെന്ന് അനുഭവിക്കുന്നുണ്ട് തരുന്നതാ, അല്ലാതല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു എക്സ്ചേഞ്ച് ചെയ്ത്, നമ്മൾ പണ്ട് ബാർട്ടർ സിസ്റ്റത്തിനകത്ത് തക്കാളി കൊടുത്ത് വഴുതനങ്ങ മേടിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളത് ഒരു സ്ഥലം മാത്രമാണ്. ഞാൻ ആളുകൾ വിളിക്കുന്നിടത്തോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് കണക്ക് പറഞ്ഞ് ചെയ്യണ്ട. അപ്പൊ അവരെന്നെ അവരുടെ അടുത്ത് എത്തിക്കുന്ന സമയത്ത് അതിന് വരുന്നത് അവർ ബെയർ ചെയ്യുന്നതാണ്. അത് അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതാണ് അവർ ബെയർ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ എന്നെ വിളിക്കുന്ന ഈ സ്ഥലത്തോട്ട് വിളിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് പാലായിൽ ഒരാൾ വിളിച്ചത്, അയാൾക്ക് ഒറ്റ മുറി, അയാളുടെ സ്വന്തം മുറി പോലും അല്ല, അല്ല കൂട്ടുകാരൻ വാടകയ്ക്ക് എടുത്ത മുറിയല്ല, 2 ബെഡ് അതിലുള്ളു. അയാൾ എന്നെ അതിനകത്ത് കിടത്തുക ചെയ്യുന്നത്. ആ ബെഡിൽ കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ബെഡില്ലാതെ നിങ്ങളുടെ കൂടെ ഞാൻ കിടക്കത്തില്ല, ഞാൻ തറയിൽ ഒരു പായും വിരിച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ. ഞാൻ അയാൾക്ക് ഭക്ഷണം മേടിച്ച് തരാനായിട്ട് പിന്നെ കാശില്ല. ഈ റേഞ്ചിലാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് ആ ആളിനോട്, അയാളാണെങ്കിൽ ഇന്നും മെസ്സേജ് അയച്ച് നിങ്ങളുടെ കൂടെ ഞാൻ കുറച്ച് നേരം സമയം ചെലവഴിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്നുണ്ട്. അപ്പം അതിൻ്റെ സൈഡാണ്. അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ എന്താണ് 100 ബെഡുള്ള ഒരു വീട്ടിൽ ചെന്നാൽ ഒരു ബെഡിലേ കിടക്കാൻ പറ്റത്തുള്ളൂ അറിയാം. നമുക്ക് രസകരമാക്കാൻ പറ്റുന്ന ആ ഒരു ബെഡേ ഉള്ളൂ. അത് സോഫ്റ്റ് ആക്കാം, ഹാർഡ് ആക്കാം, എന്ത് വേണേലും നമുക്ക് ചെയ്യാം. പക്ഷെ കിടക്കാൻ ഒരു ബെഡേ പറ്റൂ. അത് മമ്മൂട്ടി 50 കാർ മേടിച്ചാലും ഒരു കാറിലേ പോകത്തുള്ളൂ എന്ന് എനിക്കറിയാം. ബാക്കി 49 കാറും വെറുതെ കിടക്കത്തേ ഉള്ളൂ. അക്യുമുലേഷൻ കൊണ്ടുണ്ടാകുന്ന രസം മാത്രമേ അയാൾക്കുണ്ടാവുള്ളൂ. ഉപയോഗം കൊണ്ടുള്ള രസം ഒറ്റ കാറിലേ ഉള്ളൂ. അപ്പൊ ഈ മമ്മൂട്ടിയുടെ 50 കാർ ഉണ്ടെങ്കിൽ 49 കാർ ഒരെണ്ണം ഉപയോഗിക്കുന്ന 49 കാർ ഷെഡിലിടും. അപ്പോൾ അദ്ദേഹം 50 ഇഡ്ഡലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുമ്പോൾ 2 ഇഡ്ഡലി കഴിക്കും. ബാക്കി 42 ഇഡ്ഡലി ഇതേപോലെ ഫ്രീസറിൽ വെക്കുമ്പോഴാണോ നല്ലത്, അതോ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണോ? അത് ആ ആള് ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ള ആൾക്കാർ നമ്മളെ പോലെയാണ് കാണുന്നതെങ്കിൽ അത് കൊടുക്കും. അപ്പോഴാണ്. പക്ഷെ കാറ് കൊടുക്കില്ല. കാറും കൊടുക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഒരു കാറ്
ഏറ്റവും ആധുനികമായ എല്ലാ സൗകര്യമുള്ള ഒരു കാർ മേടിക്കുന്നത് പോലെ അല്ല 50 കാർ മേടിക്കുന്നത്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ കഴിവുകളുള്ള കാർ മേടിക്കണം. ധനം ഉണ്ടാകുമ്പോൾ അതാ ചെയ്യേണ്ടത്. ഇനി ആ കാറ് ചീത്തയായാലും ഒരു കാറ് വേണമെന്ന് ചോദിച്ചാൽ 2 കാറ് വരെ മേടിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിച്ചില്ല, ഉപയോഗമില്ലാത്ത, അത് വേറെ ഉപയോഗമാണ്, ഒരു ചിത്രം കാണുന്ന പോലുള്ള ഉപയോഗമാണ്. പക്ഷെ ചിത്രത്തിന്റെ വാല്യൂ അല്ല ഉള്ള ഒരു കാറ് ലോകത്ത് നമ്മൾ എടുത്ത് ഒരു പെട്ടിക്കകത്ത് ഇടുന്നത്. അത് ലോകത്തിനോടൊരു അനീതി കാണിക്കുന്ന സ്ഥലം. ഇതുകൊണ്ടാണ് ധനം അക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാ, അല്ലാതെ പ്രയോജനം ഇല്ലാതായിപ്പോ. പിന്നെ ആകെ ഇപ്പോ എന്താണ് സോഹൻ ആകെ ഒരു സാധനം കാണുന്നത് പറഞ്ഞാൽ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടുന്നത് പോലെ ഫോർബ്സ് മാഗസിനകത്ത് എന്റെ പേര് വരണം എന്ന് ആലോചിക്കുന്ന ഒരു കോമ്പറ്റീഷനകത്ത് പെടുന്ന അർത്ഥമേ പിന്നെ ധനത്തിനുള്ളൂ. സ്വർഗത്തിൽ പോകുന്നതെന്ന് പറയുന്ന പോലൊക്കെ ഉള്ള ഒരു സങ്കല്പം മാത്രമാണ്, ഒരു പ്രയോജനം ഇല്ല. അതിന് ഈ വെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഹെൽത്ത് ഈസ് വെൽത്ത്, എന്തെല്ലാം വെൽത്തുകളുണ്ട്. അല്ല, വേറെ വിഷയം പറയരുത്, നമ്മളിപ്പോ പറഞ്ഞ വിഷയത്തിൽ പറ. വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾക്ക് ഇപ്പോ ഏറ്റവും രസകരമായി ജീവിക്കുന്നിടം വരെ നമുക്കത് വെൽത്തായിട്ടിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അത് അക്യുമുലേഷൻ മാത്രം, കൂട്ടി വെക്കാവുന്നുള്ളൂ. അത് 1 കോടി രൂപയുടെ മുകളിൽ കിടന്ന് ഉറങ്ങിയാൽ കൂടുതൽ സന്തോഷം വരുമെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ വരത്തില്ല. നമുക്ക് എക്സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് സ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന രസത്തിനൊരു അതിര് വരും. നമ്മൾ ബുഫയ്ക്ക് പോകുന്നു, നിങ്ങൾ എത്ര വിചാരിച്ചാൽ നിങ്ങളുടെ വയറ് കൊള്ളുന്ന അത്രേ തിന്നാനൊക്കത്തുള്ളൂ. അല്ലാതെ 1000 കറി അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? 1000 പായസം തിന്നാക്കത്തില്ല. പ്രയോജനരഹിതമായ അക്യുമുലേഷനാണ്. അതേ സമയത്ത് നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുന്നത് വിതരണം ചെയ്യുകയും കൂടെ ചെയ്താൽ 2 തരത്തിലെ രസം ഉണ്ടാവും. അക്യുമുലേറ്റ് ചെയ്യുന്നതിന്റെ രസവും ഉണ്ടാവും, വിതരണം ചെയ്യുന്നതിന്റെ രസവും ഉണ്ടാവും. മറ്റുള്ളവരുടെ ആഹ്ലാദം കണ്ട് രസിക്കാനാണ് പറ്റും. ഇപ്പൊ ഞാൻ പഠിക്കുകയും ചിന്തിക്കുകയും വായിക്കുകയും എല്ലാം ചെയ്യുന്ന അറിവ് വിതരണം ചെയ്യാതെ ഞാനതെങ്ങനെ ആസ്വദിച്ചോണ്ടിരുന്നത് എത്ര അസംബന്ധം പിടിച്ച കാര്യമായി പറയുന്നത്. ഇതുപോലെ തന്നെയാ സ്വത്ത്. താങ്കൾ എപ്പോഴെങ്കിലും താങ്കളുടെ ഈ അനുഭവങ്ങളെല്ലാം കൂടെ ഒരു പുസ്തകം ആക്കിയിട്ടുണ്ടോ? എല്ലാ അനുഭവം പുസ്തകമാക്കാനായിട്ട് അത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മളില്ലാതെ ആ അറിവ് കൊടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നമ്മുടേതായിട്ട് അതിനെ കാണിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ഈ പഴയ ലോകത്ത് ചെന്നപ്പെടും. ഞാൻ ആ അറിവ് നിരന്തരം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. ഇത് എന്റേതാണെന്ന് പറഞ്ഞ് കൊടുക്കേണ്ടി വരുന്ന സമയത്ത് മാത്രമാണ് മറ്റേ സാധനം വരുന്നത്. ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ പോലെ അതിന് 2 ദിവസത്തെ പ്രാധാന്യമുള്ളൂ. അത് കഴിഞ്ഞാൽ ആരും ആ ഗോൾഡ് മെഡലിന് പിന്നെ ഗോൾഡിന്റെ വിലയേ ഉള്ളൂ, ഒരു വിലയും ഇല്ല. ആ ഒരു പോഡിയത്തിൽ നിൽക്കുന്ന നിമിഷമേ അർത്ഥമുള്ളൂ. അതുപോലെ മനസ്സിലാക്കിയാൽ